ഷലോം, ഞാൻ റീന ഫ്രാൻസിസ്, ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് തന്നെ. പക്ഷെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ദിവസത്തെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടി തീരുമാനത്തോടുകൂടി ഉറച്ചു മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയുവാനായിട്ട്. ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഭരണകൂടം എന്ന് വേണം പറയുവാനായിട്ട്. അതായത് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് ഒരു സമാധാനത്തോടും ശാശ്വതവുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദികൾ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടണമെന്നുള്ളത് ഇസ്രായേൽ ഗവൺമെന്റ് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക തീരുമാനിക്കുന്നത് പോലെയും ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിക്കുന്നത് പോലെയും അങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് തീരുമാനിച്ച് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലൊക്കെ ആയിരുന്നു സത്യം പറഞ്ഞാൽ യുദ്ധം പോയിക്കൊണ്ടേയിരുന്നത് തന്നെ. ഏത് തരത്തിലാണെങ്കിൽ പോലും ഇസ്രായേലിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഇതുപോലുള്ള ലോക രാജ്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ അതിൽ നിന്നെല്ലാം ഇന്ന് വ്യത്യസ്തമായിട്ട് അമേരിക്കയ്ക്ക് പോലും പിടിവിട്ടു എന്ന് വേണം പറയാൻ. ഐക്യരാഷ്ട്ര സംഘടന കിടന്ന് കാല് പിടിച്ചു നോക്കിയിട്ടും ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലായിരിക്കുകയാണ് എന്ന് വേണം പറയുവാനായിട്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇത്തമാർ ബെൻഗ്വിർ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു മിനിസ്റ്റർ ഉണ്ട്. അതുമാത്രമല്ല ബെറ്റ്സാലേൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ മിനിസ്റ്ററും ഉണ്ട്. ഇവർ രണ്ടുപേരും വളരെ ശക്തമായിട്ട് തന്നെ അതായത് തീവ്ര വലതുപക്ഷ യഹൂദന്മാരെന്ന് വേണം പറയാനായിട്ട്. അതായത് യഹൂദ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും യഹൂദന്മാർക്ക് യഹൂദ രാഷ്ട്രത്തിൽ തന്നെ ജീവിക്കണമെന്നും പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് ബോധമുള്ളവരായിരുന്നു കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി അതിന്റെ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ് ഈ പറഞ്ഞ ഈ രണ്ടുപേരും, അതായത് ഇത്തമാർ ബെൻഗ്വിറും ബെറ്റ്സാലേൽ സ്മോട്രിച്ചും എന്ന് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവർ രണ്ടുപേരെയും ഈ അന്ത്യകാലം പഠിക്കുകയല്ലേ നിങ്ങൾ? ഈ അന്ത്യകാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഈ അന്ത്യകാലഘട്ടത്തിൽ ചില കാര്യങ്ങളെല്ലാം ജാക്ക് ഡാനിയൽ ആദ്യം സ്വന്തം ഐഡിയിൽ വന്നിട്ട് കമന്റ് ഇട്ടാൽ ഞാൻ മറുപടി തരാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. ആരാണെങ്കിലും സ്വന്തം ഐഡിയിൽ വന്ന് എനിക്ക് കമന്റ് ഇട്ടാൽ ഞാൻ അതിനുള്ള മറുപടി തരും. എന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടാ കമന്റ് ഇടുന്നെങ്കിൽ, അല്ലാതെ ഫേക്ക് ഐഡിയിലും ഒക്കെ വന്നിട്ട് നിങ്ങളുടെ ആള് കളിച്ചിട്ട് പോകാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി ഒന്നും തരത്തില്ല. ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും ചെയ്യും. മനസ്സിലായോ? അബ്ദുൾ റഷീദ്, നോൺസെൻസ്. തള്ളാഹുവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വല്ല നോൺസെൻസും ഞാൻ പറഞ്ഞായിരുന്നോ? അബ്ദുൾ റഷീദേ, തള്ളാഹുവിന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കണക്കത്തുള്ള ഒരു നോൺസെൻസും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. തള്ളാഹുവിന്റെ പുസ്തകം തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന നീ ആ പുസ്തകത്തിനകത്തുള്ള നോൺസെൻസും വായിച്ച് അതെന്തോ മാനവരിൽ മഹോന്നതനായ കാമഭ്രാന്തൻ നിനക്ക് എഴുതി തന്ന് നിന്നെ സ്വർഗത്തിൽ 72 കൂറിയെടുത്ത് കൊണ്ടുപോകാനുള്ള നിധിയായിട്ട് നീ സംരക്ഷിച്ചു വെച്ചിട്ട് നീ അത് കയ്യിൽ പിടിച്ചിരിക്കുന്ന നീ വന്ന് എന്നോട് നോൺസെൻസ് പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ മണ്ടത്തരം വെറും മണ്ടത്തരം എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് അതൊന്നും ഇങ്ങോട്ട് വന്ന് വിളമ്പണ്ട. മനസ്സിലായോ? അതൊന്നും ഇങ്ങോട്ട് വന്ന് പറയണ്ട. തള്ളാഹുവിന്റെ പുസ്തകത്തിലുള്ള നോൺസെൻസ് ഒന്നും ഇവിടെ എന്റെ അടുത്ത് പറയാൻ നിൽക്കല്ലേ ദയവ് ചെയ്ത്. ആളുകൾക്ക് ഇപ്പോഴേ കാർക്കിച്ച് തുപ്പുക നിന്നെയൊക്കെ നോക്കിയിട്ട്. ലോകം മുഴുവനും ഇന്ന് കാർക്കിച്ച് തുപ്പുക നിന്നെയൊക്കെ നോക്കിയിട്ട്. മനുഷ്യർക്ക് മനസ്സിലായി തുടങ്ങി നീയൊക്കെ ഏത് നോൺസെൻസിലാ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. സീരിയസ് ആയിട്ട് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോൺസെൻസ് പോലും. അവൻ ഫേക്ക് ഐ ഡി അല്ല, ഒറിജിനൽ ഐ ഡി വന്നതാണ് അവന് ഉത്തരം ഞാൻ കൊടുത്തത്. ഇല്ലെങ്കിൽ അവന് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. അവൻ എന്തായാലും ഒരു ഒറിജിനൽ ഐ ഡിയിൽ വന്ന് പറഞ്ഞതല്ലേ, നല്ല കാര്യം. അതുകൊണ്ട് ആ നോൺസെൻസിനെയും തൂക്കിക്കൊണ്ടുപോയി ഇല്ല ക്ലോസറ്റിൽ കൊണ്ടിട്ടിട്ട് ഫ്ലഷ് ചെയ്ത് കളയാനുള്ള വല്ല വഴിയുണ്ടെങ്കിൽ പോയി നോക്കാദ്യം. മനസ്സിലായോ? എന്നിട്ട് വന്നിട്ട് സംസാരിക്കാം. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ബെറ്റ്സാലേൽ സ്മോട്രിച്ചും അതുപോലെ തന്നെ ഇത്തമാർ ബെൻഗ്വിർ എന്ന് പറയുന്ന ഈ രണ്ടുപേരാണ് സത്യത്തിൽ ഇന്ന് വളരെ ശക്തമായി തന്നെ ലോക രാജ്യങ്ങളിലുള്ള നേതാക്കന്മാർ പറയുന്നതിനനുസരിച്ച് ചലിക്കാതെ എന്ത് ചെയ്യണം,
ഇസ്രായേലിന് അതിൻ്റെതായ പവറോടുകൂടി നിന്ന് തന്നെ യുദ്ധത്തെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് ആളുകളെ കൊണ്ടുപോകുന്നത് മുഴുവനും ഇവർ രണ്ടുപേരുമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ അതിശയകരമായി തോന്നിയത് ദമാസ്കസ് ഗേറ്റിന്റെ ഇന്നത്തെ അവസ്ഥയെ കണ്ടിട്ടാണ്. ഡമാസ്കസ് ഗേറ്റിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ കോട്ടയെന്ന് വിശ്വസിക്കുകയും ഹമാസ് തീവ്രവാദികൾ ഏതു നേരം ഉലാത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് തങ്ങളുടെ മുഷ്ടിയും തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ ബലവും എല്ലാം പോലീസുകാരുടെ അടുത്തൊക്കെ തീർക്കാവുന്ന രീതിയിൽ കുപ്പിയെറിഞ്ഞും അതറിഞ്ഞും ഇതറിഞ്ഞും കൂട്ടമായിട്ട് കൂട്ടം കൂടിയും ഒച്ചയും ബഹളവും എല്ലാം വെച്ചും അവർ ആക്രോശിതമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു സ്ഥലം ഇത്തമാർ ബെൻഗ്വിർ തന്റെ അധികാര പരിധിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ എനിക്കൊരു അതിശയകരമായി തോന്നിയൊരു കാര്യമാണ്. ഇന്ന് ഇസ്രായേലിലുള്ള ഹമാസ് ബേബി തോമസ് സൗണ്ട് വാട്ട് ഹാപ്പൻ സൗണ്ട് കേൾക്കുന്നില്ലേ പ്രിയ സഹോദരങ്ങളെ? സൗണ്ട് ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചിലർക്ക് നിങ്ങളുടെയൊക്കെ മൊബൈലുകളിൽ സൗണ്ട് കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റാതെ പോകുന്നത്. നിങ്ങളുടെയൊക്കെ മൊബൈലുകളിൽ സൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുക. ഞാൻ പറയുന്നതിൽ സൗണ്ട് ഉണ്ടോ? ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ഇടുവോ? സജിത സജി, ഓക്കെ, സൗണ്ട് ഉണ്ട്. സൗണ്ട് ഉണ്ട് ബ്രദറെ. അപ്പം സൗണ്ട് കുറവാണോ? അയ്യോ, അതെന്താ സൗണ്ട് കുറവാകാൻ കാരണം? ഒരു മിനിറ്റ്. ഉണ്ണികൃഷ്ണൻ കേൾക്കുന്നുണ്ട്. കുറെ പേര് പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അപ്പൊ കേൾക്കുന്നുണ്ട്. വൈബ്രേറ്റിംഗ് ഉണ്ടോ സൗണ്ടിന്? ഒരു മിനിറ്റ്. ഞാനൊന്ന് ബ്ലൂടൂത്ത് ഒന്നുകൂടി ഓൺ ആക്കട്ടെ. ഓക്കെ, സൗണ്ട് ഓക്കെ. ഇപ്പൊ കേക്കാവോ? ഓക്കെ, സൗണ്ട് ഓക്കെയാണ്. അൽഹംദുലില്ലാഹ് സൗണ്ട് ഉണ്ട്. അതെന്തോ അൽഹംദുലില്ലാഹ് അൽഫാം വെന്തില്ലാഹ് സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു ഗുണമുണ്ട്. അൽഫാം വെന്തില്ലാഹ് കൊള്ളാല്ലേ, നല്ല ഡയലോഗ് അല്ലേ? അൽഫാം വെന്തില്ലാഹ്. ഓക്കെ, എന്തായാലും പ്രിയ സഹോദരങ്ങളെ സൗണ്ട് അപ്പോൾ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ബെറ്റ്സാൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഫിനാൻസ് മിനിസ്റ്റർ IDF-നെ പോയി കാണുകയും അവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് അദ്ദേഹം അത് ട്വിറ്റർ ചെയ്യുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: IDF-നെ ഞാൻ കയറി സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോൾ IDF പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് യുദ്ധത്തെ മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് IDF ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IDF യുദ്ധത്തെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക്, ഒരു അഡ്വഞ്ചർ ആയിട്ടാണ് അവർ ഇപ്പോൾ ഈ യുദ്ധത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അഡ്വഞ്ചർ എന്ന് പറയുന്നത്? അതായത് നമ്മള് ചില സാധനങ്ങൾ ചില സ്ഥലത്ത് ഒളിച്ചു വെച്ചിരിക്കും. അതെല്ലാം കണ്ടുപിടിച്ച് അഡ്വഞ്ചർ ആയിട്ട് പോയിട്ട് അതെടുക്കുക, അതിനെ കൈകടത്തുക, പിന്നെ മല കയറുക, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് അഡ്വഞ്ചർ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ IDF എന്ന് പറയുന്നത്. കാരണം അവർ പല 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 തുരങ്കങ്ങൾ കണ്ടെത്തുന്നു. ആ തുരങ്കങ്ങളിനകത്തുകൂടി കടന്നുപോയിട്ട് അവിടെ ഇരിക്കുന്ന RPG-യും അവന്മാർ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സകല ശേഖരണങ്ങളെയും കണ്ടെത്തുകയാണ്. കഴിഞ്ഞ ദിവസം IDF ദശലക്ഷക്കണക്ക് ഷെക്കേലുകൾ കണ്ടെത്തി എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അതായത് ദശലക്ഷക്കണക്ക് ഷെക്കേലുകൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ കളിച്ച കാര്യമല്ല. ഈ ഹമാസ് തീവ്രവാദികൾ ഇതിനു വേണ്ടിയിട്ട് ആയുധം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടിയൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഷെക്കേലുകൾ പോലും എടുക്കാൻ കഴിയാത്തവണ്ണം കണ്ടം വഴിയവന്മാര് ഓടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതായത് പണം പോലും ഇട്ടുകളഞ്ഞിട്ട് ഓടി ഒളിക്കേണ്ട അവസ്ഥയിലേക്ക് മാറി. സാധാരണ ഈ എത്ര ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നവനാണെങ്കിലും പണം കണ്ടാൽ പണം പോക്കറ്റിനകത്ത് എങ്ങനെയെങ്കിലും ബാഗിനകത്ത് കയ്യിൽ പിടിച്ചിട്ടാണെങ്കിലും കൊണ്ട് ഓടും. അങ്ങനെയൊക്കെയാണ് സാധാരണ ഗതിയിൽ ചെയ്യുന്നതെന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇവന്മാര് ഇപ്പോൾ
പണമെടുക്കണ്ട, തുണ്ടക്കാണും തുണിയെ കാണും എന്നൊക്കെ പറഞ്ഞ കണക്ക് തുണ്ടക്കാണും തുണിയെ കാണും, എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ഇട്ട് കളഞ്ഞിട്ട് ഓടുന്ന ഓട്ടമാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് IDF വളരെ ശക്തമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധത്തെ ഒരു അഡ്വഞ്ചറായി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഗാസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. അത് അവർ കഴിഞ്ഞ ദിവസം ബെറ്റ്സാലേൽ സ്മോട്രിച്ചിനോട് പറയുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ഈ യുദ്ധത്തെ ഒരു അഡ്വഞ്ചറായി തന്നെയാണ് കാണുന്നത്. കാരണം ഹമാസ് തീവ്രവാദികൾ എത്രത്തോളം കുഴിച്ച് തുരപ്പന്മാരെ പോലെ ഇവന്മാര് പോയിട്ടുണ്ടോ അത്രയും കുഴികളെ ഞങ്ങൾ തകർത്ത് എന്ത് ചെയ്യും, ഞങ്ങൾ മുന്നേറും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ ഗാസയിലെ മുഴുവൻ പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രായേലിന്റെ അണ്ടറിലാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി കുറച്ച് തെക്കൻ ഗാസയിലുള്ള ഹാൻ യൂനിസും എന്റെ പേരും മറന്നുപോയില്ല കർത്താവേ, ജനീനും പിന്നെ വേറൊരു സ്ഥലത്തിന്റെ പേരുമുണ്ട്. ഇങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഏകദേശം ഇസ്രായേൽ അവിടെയുള്ള ജനങ്ങളെല്ലാം കുടിയൊഴിപ്പിച്ച് കഴിഞ്ഞു. ഏകദേശപ്പെട്ടവരെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പൊ തെക്കൻ ഗാസയുടെ പകുതി പ്രദേശവും ആരുടെ അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞു, ഇസ്രായേലിന്റെ അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി തെക്കൻ ഗാസയിലുള്ള പകുതി കൂടിയേ ഉള്ളൂ. ബാക്കി 3/4 ഭാഗവും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും യുദ്ധം കൊണ്ടുള്ള ഇസ്രായേലിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവർക്ക് ബന്ധുക്കളെ രക്ഷിക്കുവാൻ കഴിഞ്ഞോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ബന്ദികളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ദികളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ബന്ദികളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ തീവ്രവാദികളുടെ കൂട്ടത്തിലല്ല, പിന്നെയോ ഈ സിവിലിയൻസിന്റെ ഇടയിൽ കൊണ്ടുപോയി അവരുടെ ഇടയിലുള്ള അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങളിലാണ് ബന്ദികളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 20-25 ലക്ഷം വരുന്ന സിവിലിയൻസിന്റെ ഇടയിലൊക്കെ IDF പോയി അവരെ തപ്പിയെടുത്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? സിവിലിയൻസിന്റെ ഇടയിലാണ് പാർപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഈ ഹമാസ് തീവ്രവാദികൾ പോരാളികളെ പോലുള്ള ഒരു പോരാട്ടമോ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത്. ഇവർ ചെയ്തിരിക്കുന്ന വെറും ശിഖണ്ഡി പരിപാടിയാണ്. അതായത് ആണും പെണ്ണും കെട്ടവന്മാർ ചെയ്യുന്ന ഒരു തേർഡ് റേറ്റ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയുവാനായിട്ട്. അങ്ങനത്തെ ഒരു കളിയിലാണ് ഹമാസ് തീവ്രവാദികൾ പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾക്കിപ്പോ കുറെ സിവിലിയൻസിന് നഷ്ടപ്പെട്ടു. അതായത് ഇസ്രായേലിൽ തന്നെ 1500ഓളം വരുന്ന സിവിലിയൻസിനെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു. ഹമാസ് തീവ്രവാദികൾ 7-ാം തീയതി ഇസ്രായേൽ നുഴഞ്ഞു കയറിയപ്പോൾ തന്നെ 1500ഓളം വരുന്നവരെ കൊന്നൊടുക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ അത്രയും പേരെ നഷ്ടപ്പെട്ടു. ഈ കൂട്ടത്തിൽ ഇത്രയും പേരെ നഷ്ടപ്പെടുത്തിയ കൂട്ടത്തിൽ തന്നെ ഇവർ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അവരെ തിരിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് ഒരിക്കലും ഈ ഹമാസ് തീവ്രവാദികളുടെ ഈ വൃത്തികെട്ട യുദ്ധത്തിൽ നിന്നും, യുദ്ധത്തിന്റെ തന്ത്രത്തിൽ നിന്ന്, ഇത് യുദ്ധമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇവന്മാരുടെ വൃത്തികെട്ട തന്ത്രത്തിൽ നിന്നും ഇസ്രായേലിന് പിന്നെ ഊരിപ്പോരാൻ പറ്റാത്ത വിധത്തിലായി പോകും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് ഇസ്രായേലിനെ മുഴുവനെയും മുച്ചൂട് മുടിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഹമാസ് തീവ്രവാദികൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇസ്രായേല് ഈ ഹമാസ് തീവ്രവാദികളെ മുച്ചൂട് മുടിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിനെ മുഴുവനായിട്ട് മുടിച്ചു കളയണമെന്നാണ് ലോകത്തിലുള്ള സകല മുസൽമാനും ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുഴുവനും ഇസ്രായേലിനെ തീർത്ത് കളയണം. ഇസ്രായേലിനോടുള്ള പക ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പ്രിയ സഹോദരങ്ങൾ. 1948 ഇസ്രായേൽ ഇവിടെ വന്നതിന് ശേഷം, അതായത് 1948 ഇസ്രായേൽ ജനം, യഹൂദന്മാര് ഇസ്രായേൽ വന്നതിന് ശേഷം തുടങ്ങിയ ഇവന്മാരുടെ പകയല്ല ഈ പക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ പക എന്ന് പറയുന്നത് എന്ന് തള്ളാകൂന്ന് പറയുന്ന ഒരു കാമദേവൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കാമഭ്രാന്തനിലൂടെ ഇസ്രായേലിനെ കൊന്നൊടുക്കണമെന്ന് പറഞ്ഞു വെച്ചോ അന്ന് തുടങ്ങിയ പകയാണ് ഇവന്മാരുടെ പക എന്ന് പറയുന്നത്. ഇതിന് ഇസ്രായേലിന് 1948 ഇസ്രായേൽ വന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവന്മാരുടെ പകയ്ക്ക് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞു തള്ളുകയാണ്, ഞങ്ങൾക്ക് അധിനിവേശ കുടിയേറ്റക്കാരായ ഇസ്രായേലിനെ തകർക്കണം എന്നൊരു തള്ളി വെക്കുകയാണെന്ന് വേണം പറയുവാനായിട്ട്. സത്യത്തിൽ ഇതല്ല ഇവരുടെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണമായി
പൂർണ്ണമായും ഇസ്രായേലിനെ എന്ത് ചെയ്യുക, തകർത്ത് കളയുക, ഇസ്രായേലിനെ മുച്ചൂട് മുടിക്കുക, തള്ളാഹുവിന്റെ കാലിഫേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അത് തന്നെയാണ് ഏതൊരു മുസൽമാന്റെയും ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കുറച്ചുപേര് എന്ത് പറയുന്ന ഇസ്ലാം മതം ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ ഇസ്ലാം മതത്തിന്റെ പേരിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ടാകും. ഞാന് ഇന്ന് സത്യത്തിൽ ജെറുസലേമില് എന്താ പറയാ ഡ്യൂട്ടിക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ഫലാഫൽ വാങ്ങിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ഫലാഫൽ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് മാറിയിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നല്ല മിടുമിടിക്കായൊരു ഹൂറിയെ ഞാൻ കണ്ടു. ഒരു മിടുമിടിക്കായ ഹൂറി എന്ന് വെച്ചാൽ തട്ടമിട്ട ഒരു ഹൂറി പെങ്കൊച്ചിനെ ഞാൻ കണ്ടു. ഈ തട്ടമിട്ട ഹൂറി പെങ്കൊച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് എന്തോ ഇറാനെ പോലെയൊന്നും അല്ല കേട്ടോ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലും ഇറാനും സൗദിയും എന്താ പറയുന്ന സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും കിത്തറും എന്ന് പറയുന്ന അറബ് രാഷ്ട്രങ്ങളെ പോലെയൊന്നുമല്ല ഇസ്രായേലില്. ഇസ്രായേലില് ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കാണെങ്കിലും ശരി, യഹൂദന്മാർക്കാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ശരി, അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാനുള്ള എല്ലാ അനുവാദവും ഇവിടെ ഉണ്ട്. അതിൽ തട്ടമിട്ടില്ല, പർദ്ദയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടെന്നുള്ള ശരീഅത്ത് നിയമം ഒന്നും ഇസ്രായേലിൽ നടപ്പാക്കാൻ പറ്റത്തില്ല. ഇസ്രായേലില് ഇവിടെ തട്ടമിട്ടില്ലെന്നുള്ള പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ പർദ്ദയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും ഒരുത്തൻ ശരീഅത്ത് നിയമം എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്രായേലിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മേൽ ആക്രമണം അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇസ്രായേൽ ജനാധിപത്യ വ്യവസ്ഥയിൽ എന്ത് ചെയ്യും, അവന് തക്കതായ ശിക്ഷ വിധിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. സ്ത്രീകളെ ഹറാസ് ചെയ്യാൻ ഇസ്രായേൽ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ താമസിക്കുന്ന തട്ടമിട്ട നമ്മുടെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന പെണ്ണുങ്ങളാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലൊക്കെ ശരി, അവർ ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് കിട്ടിയ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഫലാഫലും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫലാഫൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം കുറെ ഇസ്ലാമിക ആൾക്കാരെല്ലാം കൂട്ടമായിട്ട് അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു പെങ്കൊച്ചു ഒറ്റയ്ക്ക് വന്ന് ഇപ്പുറത്ത് മാറി നിൽക്കുകയാണ്. ആ കുടുംബത്തിലുള്ളവൾ തന്നെയാണ്, പക്ഷെ അവൾ ഇപ്പുറത്ത് വന്ന് മാറി നിൽക്കുകയാണ്. ജീൻസ് പാന്റും ടോപ്പും ആണ് ഇട്ടിരിക്കുന്നത്. നല്ല അടക്കം ഒതുക്കുള്ള വസ്ത്രം തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ജീൻസ് പാന്റും ടോപ്പുന്നേ ഉള്ളൂ. പക്ഷെ തട്ടമൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൾ നടന്നു വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പന്തികേട് അപ്പോഴേ തോന്നി. ഈ നടന്നു വരുന്നതിൽ തന്നെ എന്തോ സംതിങ് ആണെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നല്ല വൃത്തിയാണ് മോള് സിഗരറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല വൃത്തിയാണ് വലിക്കുന്നുണ്ട്. ഞാൻ നല്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാ? നമ്മുടെ ഹൂറികൾ, ഇതുപോലുള്ള ഹൂറികളെയാണ് സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നത്, തള്ളാഹു ആലിംഗനം ചെയ്ത് വിളിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഹൂറികൾ ഇവിടെ ഉണ്ട്. നമുക്കെല്ലാം ഹറാമാണ് ഹറാമാണ് ഹറാമാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാലും നാട്ടുകാരെ നശിപ്പിക്കുവാനും ഒളിച്ചും പാത്തുവാണെങ്കിൽ ആ ഹറാമെല്ലാം നമുക്ക് ഹലാലായി മാറുന്ന കാഴ്ചകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ആ തട്ടമിട്ട ഹൂറി അവിടെ നിന്ന് നല്ല വൃത്തിയാണം വലിച്ചു കയറ്റുന്നുണ്ട് സിഗരറ്റ്. അപ്പോൾ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇസ്ലാമിന് ഇതൊക്കെ ഹറാമാണ്, ഇസ്ലാമിന് ഹറാമാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവിടെ ആർക്കും അത് ഹറാമല്ല. എത്രയെത്ര ഷോപ്പുകളിലാണ് ഇവിടുത്തെ പലസ്തീനികൾ എന്ന് പറയുന്ന ഇവർ സ്നേഹിച്ച് വഴിപ്പെടുന്ന പലസ്തീനികളുടെ ഷോപ്പുകളിനകത്ത് ഷട്ടർ ഇട്ട് വെച്ചിട്ട് സിഗരറ്റ് കച്ചവടവും വെള്ളക്കച്ചവടവും നടത്തുന്നതെന്ന് വേണം പറയാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞാനൊരു ലൈവില് വന്നിട്ട് ഇവന്മാരുടെ കോഴി അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ്, 2 കോഴിയെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് മദേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴിക്കടയുടെ മുമ്പിനകത്ത് കോഴിയെ കൊണ്ട് ഇവന്മാർ വെച്ചിട്ട് അതിന് പൂക്കളും എല്ലാം കൊടുത്ത് കാതിൽ കമ്മലൊക്കെ ഇടിയിപ്പിച്ച് മദറിനെ പോലെ കോഴി അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയെ കുറിച്ച് ഞാൻ വെച്ചിരുന്നപ്പോഴത്തേക്കും കൂട്ടമായിട്ട് വെട്ടുക്കിളി കൂട്ടമായിട്ട് എന്റെ പേജിൽ കയറി അടി, മറ്റേ മോളെ, മറിച്ച മോളെ, ആ മോളെ, ഈ മോളെ, ഏത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങളെയും സഹോദരി എല്ലാം വിളിക്കുന്ന വിളികളെല്ലാം അങ്ങ് വിളിക്കുക മാറിയും തിരിഞ്ഞു. കാരണം ഇവന്മാർക്കെല്ലാം ഹലാലാണല്ലോ. എങ്ങനെ വേണമെങ്കിലും തെറി വിളിക്കാം പെണ്ണുങ്ങളെ, എങ്ങനെ വേണമെങ്കിലും പെണ്ണുങ്ങളെ ഭോഗിക്കാം, അമ്മയെ ഭോഗിക്കാം, മകളെ ഭോഗിക്കാം, ഭാര്യയെ ഭോഗിക്കാം, ഭാര്യ ആർക്ക് വേണമെങ്കിലും മുലകുടി സഹോദരനായി കൊടുത്തു വേണമെങ്കിലും ഭോഗിക്കാം, എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാമല്ലോ. അതായത് നാട്ടിൽ നടക്കുന്ന സകല ആഭാസമായ കാര്യങ്ങളെയും ഹലാലാക്കി കൊടുത്തിരിക്കുന്ന ഒരു തള്ളാഹു എന്ന് പറയുന്ന ഒരു കാമദേവനായ ഒരു ദൈവം. പോരാത്തതിന് അതിനൊത്ത പ്രവാചകൻ. ആഹാ, എന്നാ കോമ്പിനേഷൻ കണ്ടോ! അതായത് ബിരിയാണിയുടെ കൂടെ അച്ചാർ കൂട്ടി തിന്നുന്ന കോമ്പിനേഷൻ പോലെയാണ് കാമഭ്രാന്തനായ തള്ളാഹു എന്ന് പറയുന്ന ദൈവവും അതിനൊത്ത കാമഭ്രാന്തനായ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനും എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ്. രണ്ടുപേരും ഒറ്റയ്ക്ക് കട്ടയ്ക്ക് നിന്ന സപ്പോർട്ട് അടിക്കുന്നത് എന്ന് വേണം പറയുവാനായിട്ട്. അപ്പോൾ അങ്ങനെ അവന്മാരുടെ എല്ലാവിധ ദേഷ്യവും
നമ്മന്റെ മതക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് വെറുതെ എടുത്തു. അന്നൊക്കെ ഞാൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, മൈൻഡേ ചെയ്യത്തില്ലായിരുന്നു. ഇവന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിടുമായിരുന്നു. കാരണം ഇവന്മാര് എന്റെ ലൈവില് ഞാൻ നിൽക്കുന്ന സമയത്തല്ല ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് കഴിഞ്ഞിട്ടാണ് ഇവന്മാർ കയറി വന്ന് എന്ത് ചെയ്യുന്നത്, കമന്റ് ബോക്സിനകത്ത് തെറി അഭിഷേകം വന്നത്. കാരണം എന്നെ കണ്ട പേടി തന്നെയാണ് ഇവർക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ. ലൈവില് വന്ന് എന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് മുട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാത്ത നേരം എന്റെ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ലൈവ് കയറി നോക്കത്തില്ല. എന്നെ എവൻ തെറി വിളിച്ചാലും ഏതവൾ തെറി വിളിച്ചാലും ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല എന്നുള്ളത് എന്റെ ഒരു സ്വഭാവമാണ്. ലൈവ് സമയത്ത് മാത്രം എന്റെ ലൈവിൽ കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. അല്ലാതെ ലൈവ് ഇട്ടതിന് ശേഷം നിങ്ങൾ അവിടെ കിടന്ന് പട്ടി സൂര്യനെ നോക്കി കുരച്ച ആർക്ക് ചെയ്തം എന്ന് പറയുന്നത് പോലെ ഞാൻ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു വന്നതിന്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കളെ മുച്ചൂട് മുടിക്കുവാൻ വേണ്ടിയിട്ട്, അതായത് ഇസ്രായേലിനെ പൂർണ്ണമായും തീർത്തു കളയണം, ഇസ്രായേലിനെ നശിപ്പിച്ചു കളയണം എന്ന് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇസ്രായേലിനോടൊപ്പം ക്രിസ്ത്യാനികളെയും ഒന്നൊടുക്കം തീർത്തു കളയണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അല്ലാതെ ഈ ക്രിസ്ത്യാനികളെ ഒന്നും വെറുതെ വിട്ട് അയ്യോ സൗഹൃദത്തിന്റെ പേരില് അണച്ചു മാറോടൊന്നും ഈ വർഗജാതികൾ ചേർത്ത് വെക്കില്ല. അത് ചേർത്ത് വെക്കാൻ ഈ തള്ളാഹു എന്ന് പറയുന്ന പുസ്തകം അനുവദിക്കത്തുമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഈ തള്ളാഹുവിന്റെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകം അതിനൊന്നും അനുവദിക്കത്തില്ല. ഇവരെ അങ്ങനെ പഠിപ്പിച്ച് ഇവരുടെ തലച്ചോറുകളിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പുസ്തകം നിരോധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വർഗങ്ങളെല്ലാം എന്ത് ചെയ്തേനെ, ഒരുപക്ഷെ രക്ഷപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകം നിരോധിക്കാത്തിടത്തോളം കാലം ഈ വർഗങ്ങളൊന്നും രക്ഷപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇസ്രായേലും അതിശക്തവുമായിട്ട് തന്നെ യുദ്ധവുമായി മുന്നോട്ട് പോകുകയാണ്. ഇസ്രായേലിന്റെ IDF പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു അഡ്വഞ്ചറായി കണ്ടുകൊണ്ട് തന്നെയാണ് യുദ്ധത്തെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ശക്തമായ നിലയിൽ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അവസാനത്തെ എന്താ പറയുക, ഹമാസ് തീവ്രവാദിയെ വരെ മുച്ചൂട് മുടിക്കുന്നവരേക്കും യുദ്ധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഏകദേശം ഈ യുദ്ധം ഇവരുടെ കണക്കനുസരിച്ചാണെങ്കിൽ 1 വർഷം 1.5 വർഷം വരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ആ സമയം കൊണ്ട് കുറേശ്ശെ പലസ്തീനികളിലായിരിക്കുന്നവരെല്ലാം തന്നെ എന്ത് ചെയ്യും, അഭയാർത്ഥികളായിട്ട് പല സ്ഥലങ്ങളിൽ പോകുകയോ എടുക്കുകയോ എന്ത് വേണമെങ്കിലും ആയിട്ട് പോവും. അഭയാർത്ഥികളായിട്ടുള്ളവരൊക്കെ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആകെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റ വഴിയേ ഉള്ളൂ ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി. അത് ഈജിപ്തിലൂടെയുള്ള മാർഗമാണ്. പക്ഷെ ഈജിപ്ത് എന്ത് ചെയ്യത്തില്ല, അവർക്ക് ബോർഡർ തുറന്നു കൊടുക്കുന്നില്ല. ഈജിപ്തിനറിയാം ഈ തീവ്രവാദികൾ അതിനകത്തോട്ട് കയറ്റിയാൽ ഈജിപ്തിന്റെ അവസ്ഥ അയ്യോ ഗതിയായി മാറും, പരഗതിയായി മാറുമെന്നുള്ളത് ഈജിപ്തിന് മനസ്സിലായതുകൊണ്ട് ഈജിപ്ത് എന്ത് ചെയ്യുന്നില്ല, അവറ്റങ്ങളെ അങ്ങോട്ട് എടുക്കാൻ ഈജിപ്തും തയ്യാറല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ യുദ്ധം അതിന്റെ രീതിക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടെ യുദ്ധത്തിന്റെ അപ്ഡേഷൻ ഒന്നും ഞാൻ തരാത്തത്. കാരണം യുദ്ധം എന്നും പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. പുതുതായിട്ട് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും നടക്കുന്നത് പോലെ എല്ലാ ദിവസവും ഇസ്രായേൽ തുരങ്കങ്ങളിൽ കയറുന്നു. തുരങ്കങ്ങളിൽ നിന്നുള്ള ഹമാസ് തീവ്രവാദികളെ കുറെ എണ്ണത്തെ എന്ത് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. കുറെ എണ്ണങ്ങൾ കൊന്നെടുക്കപ്പെടുന്നു. പിന്നെ കുറെ എണ്ണങ്ങൾ സറണ്ടർ ആകുന്നു. പിന്നെ ഇസ്രായേൽ അവിടെയുള്ള അവരുടെ ഗണ്ണും അവരുടെ തോക്കും അതുപോലെ അവരുടെ വെടിക്കോപ്പുകളും യുദ്ധക്കോപ്പുകളെല്ലാം പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇന്നലെ തന്നെ ഒരു RPG കേന്ദ്രം പിടിച്ചെടുത്തു. RPG എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇന്നത്തെ ലൈവിൽ തന്നെ അത് ഇട്ടിട്ടുണ്ട്. ഒരു റോക്കറ്റ് ലോഞ്ചറാണ് RPG എന്ന് പറയുന്നത്. അതാണ് ഇതിനെ നമ്മുടെ ടാങ്കറുകളെല്ലാം തകർക്കാനായിട്ട് അത് വെച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്ഥലം, അതിലൊരു കേന്ദ്രം, അതായത് വലിയൊരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് വേണം പറയുവാനായിട്ട്. അങ്ങനെ ഹമാസ് തീവ്രവാദികളുടെ ആയുധങ്ങൾ ഒരു ഭാഗത്ത് പിടിക്കപ്പെടുന്നു, ഹമാസ് തീവ്രവാദികൾ ഒരു ഭാഗത്ത് പിടിക്കപ്പെടുന്നു. ഒരു ഭാഗത്ത് ഹമാസ് തീവ്രവാദികൾ സറണ്ടർ ആകുന്നു. കാരണം അവർക്കും മനസ്സിലായി യുദ്ധമൊന്നും ഈ കാലത്ത് അവസാനിക്കാൻ പോകുന്നില്ല എന്ന് അവർക്കും പിടികിട്ടി എന്ന് വേണം പറയുവാനായിട്ട്. പോരാത്തതിന് ഖത്തർ പല രീതിയിലും നോക്കി, ചർച്ചകളൊക്കെ നടത്തി നോക്കി. പക്ഷെ ഖത്തറിന് കാര്യം പിടികിട്ടി. ഇസ്രായേൽ ഒരു നിലയ്ക്കൊന്നും ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ളത് ഖത്തറിന് പിടികിട്ടിയപ്പം ഖത്തർ എന്ത് ചെയ്തു, ഇപ്പം മൗനം പാലിച്ചിരിക്കുകയാണെന്ന് വേണം പറയുവാനായിട്ട്. ഹരിദാസ് വഴക്കോട്, ദൈവത്തിന്റെ വചനം പറയുന്നു, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന്റെ ഇഷ്ടം മാനസാന്തരമാണ്. പാപം ഏറ്റുപറയുക, ഞാൻ പാപിയാണ് സമ്മതിക്കുക. അതാണ് സർവശക്തനായ ദൈവത്തിന്റെ മക്കൾ ചെയ്യേണ്ടത്. എന്റെ പ്രിയ സഹോദര, ദൈവം മനുഷ്യർക്ക് സമയം കൊടുത്തിട്ടുണ്ട്.
കൊടുക്കേണ്ട സമയമെല്ലാം ആവശ്യത്തിലേറെ കർത്താവ് കൊടുത്തു കഴിഞ്ഞു ഈ ജനത്തിന്. ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ അഴുക്കി കിടന്ന് വിരളാനാണോ പന്നിയെപ്പോലെ നിനക്കിഷ്ടം? പോയി കിടന്ന് അഴുക്കിനകത്ത് കിടന്ന് വിരണ്ടോ മരണ്ടോ ചുരുണ്ടോ എങ്ങനെ വേണമെങ്കിലും നീ കിടന്നോ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടുതൽ 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 എന്ത് ചെയ്യണം? വചന സത്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ളത് എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ്. മാനസാന്തരപ്പെടാനൊന്നും ഇനി കർത്താവ് അവസരം കൊടുക്കത്തൊന്നുമില്ല ഈ വെറ്റുങ്ങൾക്കൊന്നും. ഇനി അവസരം പോയി. മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളൊക്കെ തീർന്നു. കർത്താവ് കൊടുക്കേണ്ട സമയങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഒരുപാട് കർത്താവ് കൊടുത്തു കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, സത്യത്തെ കൈക്കൊള്ളാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ശിക്ഷാവിധി വരേണ്ടതിന് ദൈവം ഫോഷ്ക്ക് വിശ്വസിക്കുമാർ ഒരു വ്യാപാര ശക്തി അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം കാറിക്കൂവി വിളിച്ചുകൂവി സത്യം പറഞ്ഞു കൊടുത്തിട്ട് ഈ പാസ്റ്റർമാരും എന്ന് പറയുന്ന ഈ പൊട്ടന്മാരുടെ കീഴേ പോയി കിടക്കുന്നവരെ എല്ലാവരോടെല്ലാം ഇത് അപകടം പിടിച്ച പണിയാണ്, നിങ്ങൾ ഇവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിലേക്ക് പോകുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പം അപ്പൊ റീനയെ കണ്ണെടുത്താ കണ്ടൂടാ. റീന അപ്പൊ അവർക്ക് എല്ലാവർക്കും വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് റീനയെ പച്ചയ്ക്ക് തെറി വിളിക്കാനായിട്ട് ഈ സുഡാപ്പി തീവ്രവാദികളെക്കാളും വളരെ ഭക്തിമൂത്ത ഭ്രാന്തന്മാരായിട്ട് പാസ്റ്റർ പൊട്ടന്മാരുടെ കൂട്ടരെല്ലാം വന്നിട്ടുണ്ട് എന്നെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ എണ്ണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? വന്നു കിടന്ന് എന്നെ വൃത്തിയോണം തെറി വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പച്ചയ്ക്കാണ് കേട്ടോ തെറി വിളിക്കുന്നത്. അതിനേക്കാൾ രസം അതാണ്. പാസ്റ്റിനെ പറയുമ്പോഴത്തേക്കും കൊണ്ടുകയറുന്ന വർഗങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടാത്ത ഇതിനെയൊക്കെ ഞാൻ പോയി മാനസാന്തരപ്പെടുത്തിയിട്ട് എന്ത് നേടാനായിട്ടാ? ദൈവത്തിന് വേണ്ടാത്തത് കൊണ്ടാണല്ലോ ഈ വിറ്റുങ്ങളൊന്നും ഈ സത്യം കൈക്കൊള്ളാത്ത. ഇല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കി ബോധ്യപ്പെട്ട് എന്ത് ചെയ്തേനെ? മനസ്സിലാക്കി അങ്ങ് മാനസാന്തരപ്പെട്ടേനെ സ്വയം. അയ്യോ ശരിയായിരിക്കും, ഈ പറയുന്നതിനകത്ത് എന്തോ ഒരു സത്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ദശാംശത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ദശാംശം എന്ന് പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരുത്തൻ കമന്റ് ഇട്ട് വെച്ചിരിക്കുകയാണേ, പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ പുതിയ നിയമത്തിൽ ഓഹരി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയും പൊട്ടന്മാര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. ഓഹരി എന്നുള്ളൊരു പദം പുതിയ നിയമത്തിൽ ഇല്ല. മനസ്സിലായോ? ഈ പാസ്റ്റർമാര് ഓഹരി എന്ന, അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പദത്തെ കിനോനിത്തോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പഠിക്കുന്നവനെല്ലാ നല്ല കാര്യങ്ങളിലും പഠിപ്പിക്കുന്നവനുമായിട്ട് കിനോനിത്തോ ആശയവിനിമയം നടത്തണം എന്നാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ പഠിപ്പിക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളിലും ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാ. മനസ്സിലായോ? എന്തിനാ? പിഴിയണ്ടേ? അപ്പൊ ബൈബിള് പോലും നമ്മൾ തിരുത്തി എന്ത് ചെയ്യും? കാശടിച്ചു മാറ്റും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ബൈബിൾ വാക്യം പോലും തിരുത്തിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? അവന്റെ പോക്കറ്റിൽ നിന്നും അടിച്ചു മാറ്റും. പാസ്റ്റർമാര് പറയും, ദശാംശം തരണ്ട മക്കളെ, നിങ്ങൾ ദശാംശം ഒന്നും തരാൻ നിൽക്കണ്ട. പക്ഷെ ബൈബിളിൽ പറയുന്നു നീ ഓഹരി കൊടുക്കണം. ഓഹരി ദശാംശത്തെക്കാളും കൂടിയതാണ്, കട്ടിയാണ്. എന്താണെന്നറിയത്തില്ല നിങ്ങൾക്കത്? അതായത് ഇവര് പാസ്റ്റർമാരിപ്പം യേശു ക്രിസ്തു ആകുകയാണ്, യഹോശമശികയാകുകയാണ് പാസ്റ്റർമാരെല്ലാം കൂടി ചേർന്ന്. സ്ത്രീയെ വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയാസക്തിയോടെ നോക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു. കൊല്ലരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകം ചെയ്യുന്നു എന്ന് പറയുന്ന കണക്ക് ദശാംശം നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് നീ എല്ലാം ഓഹരി കൊടുക്കണം. ദശാംശം ആകുമ്പോ 10 കൊടുത്താൽ മതി. പുതിയ നിയമം അനുസരിച്ച് ഓഹരി ആകുമ്പോൾ നിന്റെ വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്ക് ഓഹരി വെച്ചിട്ട് ആ 6ാമത്തെ ഒരു ഓഹരിയായിട്ട് നീ തരണം. ദേവദാസൻ എങ്ങനെയുണ്ട്? കടിപ്പിച്ച് വെച്ചിരിക്കല്ലേ പുതിയ നിയമത്തിൽ? അയ്യടാ ചക്കട കുഞ്ഞുങ്ങള്. അയ്യോ ഇവന്റെയൊക്കെ മണ്ടയ്ക്ക് കോട്ട് വെച്ച് കൊടുക്കാൻ തോന്നും വൃത്തികെട്ട ജന്മങ്ങൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നത് പഠിപ്പിക്കുന്നവനുമായി ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം. പഠിപ്പിക്കുന്നവനുമായി എല്ലാ നല്ല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തണം. മനസ്സിലായോ? ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവവചനത്തിൽ മാത്രം മുഴുകി കിടക്കാതെ ലോകത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കണം. ഒരു സ്നേഹ സംവാദം ഉണ്ടായിരിക്കണം. ഒരു സ്നേഹബന്ധം നിലനിർത്തണം. ഇതാണ് പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുള് ദൈവവചനത്തിൽ. പക്ഷേ
നമുക്ക് കാശ് കിട്ടാൻ വല്ല വചനവും ഉണ്ടോ എന്ന് തപ്പി നോക്കിയപ്പം കാശ് കിട്ടാനുള്ള വചനമില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇഷ്ടത്തിന് വചനം എങ്കിൽ എന്ത് ചെയ്യും? അച്ചടിച്ചിറക്കും. നമ്മൾ ട്രാൻസ്ലേഷനെ തിരുത്തിയാണെങ്കിലും നമുക്ക് പുട്ടടിക്കാനുള്ള എന്ത് ചെയ്യും? ഒപ്പിച്ചെടുക്കും എന്നുള്ള രീതിയിൽ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന്റെ നിന്ന് എന്ത് ചെയ്യണം? ഓഹരി, എല്ലാ നല്ല കാര്യങ്ങളിലും ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞ് ആക്കി വെച്ചിരിക്കുക. അങ്ങനെ ഓഹരി അടിച്ചു മാറ്റാൻ വേണ്ടി നടക്കുക ഇന്ന് പാസ്റ്റർമാര്. ഈ പൊട്ടന്മാര് പറഞ്ഞു കൊടുത്ത ഇതേ വാക്ക് കേട്ടിട്ട് ഇതെന്താണെന്ന് പോലും സത്യം മനസ്സിലാക്കാതെ കുറെ മന്ദബുദ്ധികൾ എനിക്ക് വേണ്ടി കമന്റ് ഇട്ടിരിക്കുകയാണ് വന്നിട്ട്. പുതിയ നിയമത്തിൽ ഓഹരിയല്ലേ പ്രിയ സഹോദരി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവറ്റങ്ങളെല്ലാം തിരുത്താൻ പോയാൽ നടക്കുന്ന കാര്യമെല്ലാം ആണോ? പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. ഇത് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലയോ എന്നുള്ളത് അവനവൻ നന്നായ അവനവന് ഉപകാരപ്പെടും. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നോട് കർത്താവ് ചോദിക്കരുത്, മകളെ നിനക്ക് ഞാൻ ഒരു അവസരം തന്നായിരുന്നല്ലോ, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ലൈവ് ടെലികാസ്റ്റ് നിനക്ക് തന്നായിരുന്നല്ലോ, നിനക്ക് നാട്ടിൽ ഇങ്ങനെ വലിയ കാട്ട സ്റ്റേജ് ഒന്നും കെട്ടി നിനക്ക് എന്ത് ചെയ്യണ്ട? ആൾക്കാരെ വിളിച്ചുകൂട്ടി ഘോഷിക്കണ്ട. ഓടി വരുവിൻ അത്ഭുത രോഗസൗഖ്യവും വിടുതലും രോഗശാന്തി ശുശ്രൂഷയും എന്നൊന്നും പറഞ്ഞൊന്നും ആളെ കൂട്ടി നിനക്ക് എന്ത് ചെയ്യണ്ട? അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. നീ ജസ്റ്റ് ഫേസ്ബുക്കിൽ വന്നൊന്ന് ലൈവ് ഇട്ടാൽ തന്നെ കേൾക്കാൻ ഒരു 1000 പേരെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഈ 1000 പേരോടെങ്കിലും എന്ത് ചെയ്യണം? പോയി നിന്ന് സത്യം പറഞ്ഞു കൊടുക്കാൻ നീ എന്ത് ചെയ്യണം? അവസരം ഒരുക്കണ്ടായിരുന്നോ എന്ന് കർത്താവിനോട് ചോദിക്കും. കാരണം യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ ദുഷ്ടനോട് ചെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, പക്ഷെ അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ഇത് റീനയോട് മാത്രമല്ല കേട്ടോ. CK ഡിസൂസ, സെലീൻ കുരിശിങ്കൽ, പിന്നെ ആരൊക്കെയുണ്ട് ലൈവില്? മേരി ജോണ്, മഹേഷ് കുമാർ, ശ്രീകുട്ടൻ, രഞ്ജിത്തൻ കരിമ്പിൻ വിളയിൽ, ലിജി മനോജ്, സന്തോഷ് തോമസ്, ജോയ് KP, ജിൻസൻ പാറിക്കാട്. അങ്ങനെ ഇപ്പൊ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല, ഇത്യാദി ആളുകളോടും ദൈവവചനം കയ്യിൽ പിടിച്ചവനോടെല്ലാം ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ അവനോട് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ അവനോട് ചെന്ന് പറയുകയും അവൻ അവന്റെ അകൃത്യം വിട്ട് മാനസാന്തരപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ അകൃത്യത്തിൽ മരിക്കും. പക്ഷെ നീ നിന്റെ രക്തത്തെ, നീ നിന്റെ ജീവനെ സംരക്ഷിച്ചു കൊള്ളുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത് പറയുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് ഗുണം. പക്ഷെ എന്റെ ഗുണം നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിനേക്കാൾ നല്ലത് എന്റെ രക്തത്തെ ഞാൻ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പകരം ചോദിക്കാൻ അനുവദിക്കാത്തവണ്ണം കാത്തു സൂക്ഷിക്കണം. അതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ. അല്ലാതെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നവരാണെങ്കിൽ മാനസാന്തരപ്പെട്ടാൽ അവർക്ക് ഗുണം, ആരാണെങ്കിലും. മനസ്സിലായോ? മാനസാന്തരപ്പെട്ടാൽ അവർക്ക് ഗുണം. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോണില്ല. ചിലപ്പോ ദൈവം വല്ല പ്രതിഫലം വല്ല സ്വർഗത്തിൽ വല്ലം തരുമായിരിക്കും, അതും ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ. പക്ഷെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നോട് വന്ന കാര്യം കർത്താവ് ചോദിക്കത്തില്ല, നിനക്കൊരു അവസരം കിട്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ കാര്യം എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അതിനായിട്ട് ഉപയോഗിക്കുകയെങ്കിലും ചെയ്യണം. കാരണം നിങ്ങൾക്ക് പറയാൻ തന്നെ ചാൻസ് കിട്ടാറില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള അവസരങ്ങൾ കിട്ടാറില്ല, പറഞ്ഞാൽ പോലും ആരും കേൾക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നൊരു അവസരം എന്ന് പറയുന്നത് അതൊന്ന് അടുത്തവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടത്തിയാൽ മാത്രം മതി. കർത്താവ് എനിക്ക് പറ്റത്തില്ല കർത്താവ്, എങ്കിലും റീന ചേച്ചി ചെയ്ത പോസ്റ്റ് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊരു ശ്രമമെങ്കിലും നടത്തി, ഒരാളെങ്കിലും കയറി കാണാൻ വേണ്ടിയുള്ള ഒരു ശ്രമമെങ്കിലും നടത്തിയെന്നെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് ആശ്വസിക്കാം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാനാ? അല്ലാത്ത പക്ഷം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നെ 10 തെറി വിളിച്ചാലും ശരി, തെറി വിളിച്ചില്ലേലും ശരി, എന്തായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും പ്രിയ സഹോദരങ്ങളെ. കാരണം ഇത് അന്ത്യകാലഘട്ടമാണ്. കൂട്ടമരണങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ഞാനൊരു വീഡിയോ ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുക, കൂട്ടമരണങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച്. ഇത് ഡീപോപ്പുലേഷന്റെ ഭാഗമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ക്ലൈമറ്റ് ചേഞ്ചിലൂടെ കൂട്ടമരണങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കൂടെ ഒരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ അജണ്ടയുടെ ഒരു ഭാഗമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് അവസാന കാലഘട്ടമാണ്.
ഇത് മാർക്ക് ഓഫ് ദ ബീസ്റ്റിന്റെ കാലഘട്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉണർന്ന് ജാഗരിക്കുക, ബുദ്ധിയെ കൂർമ്മിപ്പിക്കുക, ഷബാത്തിനെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഷബാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ ഷബത്തിനെ ഫോളോ ചെയ്തേ പറ്റൂ. ഇത് അടയാളമാണ്, ദൈവത്തിന്റെ അടയാളമാണ്. ഷബത്ത് ആചരിക്കാത്തവൻ ഒരിക്കലും അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവൻ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെട്ടു പോകുന്ന സമയത്ത് കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം, കട്ടളപ്പടിമേലും കുറമ്പടികളിന്മേലും നിങ്ങൾ എന്ത് ചെയ്യണം? രക്തം പുരട്ടണം. കുഞ്ഞാടിന്റെ സംഹാരകൻ അതിലെ കൂടി കടന്നു പോകുന്ന സമയത്ത് കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം നോക്കിയിട്ട് സംഹാരകൻ എന്ത് ചെയ്യും? അതിലെ കൂടി എന്ത് ചെയ്യും? ആ രക്തമുള്ള ഭവനങ്ങളെ കടന്ന് സംഹാരകൻ പോകുകയും രക്തമില്ലാത്ത ഭവനങ്ങളിൽ കയറി സംഹാരകൻ കടിഞ്ഞൂണിനെ അത്രയും കൊന്നുകളയുകയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ ആദ്യമേ ചെയ്ത കാര്യം തന്നെ അവർ എന്ത് ചെയ്യുകയാണ്? കട്ടളപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഹാരകൻ എന്ത് ചെയ്തു? അതിലെ കൂടി കടന്നുപോയി. സംഹാരകൻ അതിലെ കൂടി കടന്നു പോകുന്ന സമയത്ത് ഈ രക്തം കണ്ട ഭവനങ്ങളെല്ലാം സംഹാരകൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് പോയത്. രക്തമില്ലാത്ത ഭവനങ്ങളിലെല്ലാം ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഒരു അടയാളം അവിടെ ദൈവം അവിടെ കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക്. സംഹാരകൻ പോകുന്നതിന് മുമ്പേ എല്ലാവരും ഒരു അടയാളം ഇട്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ എന്റെ ശബത്തിനെ ഞാൻ നിങ്ങൾക്ക് അടയാളമായി തന്നിരിക്കുന്നു. ശബത്തിനെ ഞാൻ എങ്ങനെയാ തന്നിരിക്കുന്നത്? അടയാളമായി തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് നിങ്ങൾക്ക് അടയാളമായിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശബത്തിനെ നിങ്ങൾക്ക് അടയാളമാക്കി തന്നിരിക്കുന്നത് കൊണ്ട് ശബത്ത് ആചരിക്കാൻ എല്ലാവരും കടപ്പെട്ടവരാണ്. പക്ഷേ പിശാച് ചെയ്ത ഒരു തന്ത്രം എന്ന് പറയുന്നത് 1860കളിലാണ് ഈ പെന്തക്കോസ്ത് സഭ രൂപീകരിക്കപ്പെട്ടത്. ഫോക്സ് എന്ന് പറയുന്ന അയാളുടെ പേരെന്തുവാ? ഈ കുറച്ചു മുമ്പ് വരെ വായിക്കാതെ കിടന്ന പേരാ. അയ്യോ, ആരെങ്കിലും അയാളുടെ പേര്, ഈ പെന്തക്കോസ്ത് സഭ ഉണ്ടാക്കിയവന്റെ പേര് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കണം പ്രിയ സഹോദരങ്ങൾ. ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ലൈവിൽ വരുമ്പോൾ അത് പറഞ്ഞേക്കാം. അയാളുടെ പേര്, അവന്റെ പേര് അവന്റെ തുമ്പത്ത് കിടക്കുന്നു, ചാടി പോന്നുമില്ല. ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ പേരൊരു വല്ലാത്ത പേരാ. ഓക്കെ, ദീപ ലിജു, അച്ഛന്മാരുൾപ്പെടെ ഉള്ളവരോട് ഇക്കാര്യങ്ങൾ ഞാൻ പറയുന്നതിനാൽ പലർക്കും പിണക്കാണ്. അതൊന്നും കാര്യമാക്കണ്ട ദീപ ലിജു. സത്യം വിളിച്ചു പറഞ്ഞാലും അവരിൽ നിന്നും കേൾക്കുന്നത് നിന്ദകളും പരിഹാസങ്ങളും ദൂഷികളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കാൻ പോണ്ട. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രം എന്ത് ചെയ്യണം? പറഞ്ഞ് അവസാനിപ്പിക്കണം. മനസ്സിലായോ? അതിൽ കൂടുതലൊന്നും. ചാർലസ് ഫോക്സ് പെർഹാം, ദീപ ലിജു, ഗോഡ് ബ്ലെസ് യു മൊത്തേ. ചാർലസ് ഫോക്സ് പെർഹാം അയാളാണ്. അപ്പോൾ ഈ ചാർലസ് ഫോക്സ് പെർഹാം ആണ് എന്ത് ചെയ്തത്? ഈ പെന്തക്കോസ്ത് സഭ കൊണ്ടുവന്നത്. അല്ലാതെ ഈ പെന്തക്കോസ്ത് സഭ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആദിമ സഭയിലെ അപ്പോസ്തലന്മാരിൽ നിന്നും ഇങ്ങനെ രൂപപ്പെട്ട് കാലാകാലങ്ങളിലേക്ക് ഇങ്ങനെ മറികടന്ന് കണ്ടം മറിഞ്ഞ് വന്നതൊന്നുമല്ല ഈ പെന്തക്കോസ്ത് സഭ. മനസ്സിലായോ? ഈ പെന്തക്കോസ്ത് സഭ വന്നത് ഈ ഫോക്സ് ചാൾസ് എന്ന് പറയുന്ന പെർഹാം എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്നതാണ് ഈ സഭ രൂപീകരിച്ചത്. ഓരോരുത്തരും ഓരോ സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ ആരോപിച്ച് മാർട്ടിൻ ലൂതർ രൂപീകരിച്ചതുപോലെ ഈ പെന്തക്കോസ്ത് സഭയും ഉണ്ടാക്കിയതാരാണ്? ഈ ചാർലസ് എന്ന് പറയുന്ന പെർഹാം എന്ന് പറയുന്ന മനുഷ്യനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ തത്വത്തിനനുസരിച്ച് അദ്ദേഹം രൂപം കൊടുക്കുകയും അദ്ദേഹം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അന്യഭാഷയെ ഒരു രീതിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് അന്യഭാഷ ലഭിക്കുന്നതെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പഠിപ്പിക്കലുകൾ നടത്തുകയും അദ്ദേഹം എന്ത് ചെയ്തു? കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുനിന്ന മനുഷ്യനാണെങ്കിലും എന്ത് ചെയ്തു? കത്തോലിക്ക സഭയുടെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കടമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ത്രിയേക ദൈവം എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവന്നേന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ ഈ പത്രോസിന്റെയും പൗലോസിന്റെയും ഇവരുടെയൊക്കെ പൂർവന്മാരുടെ എല്ലാം പിന്തലമുറക്കാരാണ് ബന്ധക്കോസുകാരെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പൊട്ടന്മാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അയ്യോ പൊട്ടന്മാരെ, മാർട്ടിൻ ലൂതർ പ്രൊട്ടസ്റ്റന്റ് സഭ രൂപീകരിച്ചതുപോലെ തന്നെയാണ് ആര്? ഈ ചാൾസ് പെർഹാം എന്ന് പറയുന്ന മനുഷ്യനും രൂപീകരിച്ച ഒരു സഭയാണ് ഈ പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞ. അതിനകത്ത് കുങ്ങിക്കിടന്നിട്ടാ പറയുന്നത് ഇതിൽ കൂടി മാത്രമേ അങ്ങ് സ്വർഗത്തിൽ പോകാൻ പറ്റത്തോളം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാവന്മാരും ഇതുപോലെ തുടങ്ങി വെക്കും. ഏതെങ്കിലും ഒരെണ്ണം തുടങ്ങി വെക്കുന്ന നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും തുടങ്ങി വെക്കുന്നത്. പിന്നെ തുടങ്ങിക്കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കുമാണ് എന്ത് ചെയ്യുന്നത്?
അതിനകത്തോട് സാത്താൻ നുഴഞ്ഞു കയറുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നീട് അതിനകത്ത് പൈശാചികത വരും, പണം കയറി വരും. ഇങ്ങനെയാണ് ഓരോന്നും തകർന്നു പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങൾ. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇന്ന് പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് അടിമപ്പെട്ട് കിടക്കുന്നതിനെല്ലാം വിചാരം അങ്ങ് സ്വർഗത്തിലങ്ങ് പറക്കാനിരിക്കുക. പിന്നെ ചാൾസ് ബെർഗാം ഉണ്ടാക്കി വെച്ച പെന്തക്കോസ്ത് സഭയല്ലേ ഇപ്പൊ സ്വർഗത്തിൽ പറക്കാനിരിക്കുന്നത്? പൊട്ടന്മാരെ, ഇതിനും വിശ്വസിച്ച് കിടക്കാൻ കുറെ പൊട്ടന്മാർ ഇപ്പോഴും ഭൂമിയിൽ അവശേഷിക്കുന്നല്ലോ, ഈ മദ്രസ പൊട്ടന്മാരെ പോലെ. ഇതിനെയൊക്കെ എന്നാ പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ശബ്ബത്തിനെ ആചരിക്കാത്ത ഒരുത്തനും അങ്ങ് പറക്കുമെന്ന് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അത് കയ്യിലങ്ങ് വെച്ചേച്ചാ മതി. മനസ്സിലായോ? ദൈവത്തിന്റെ അടയാളം ഏൽക്കാതെ തോന്നിയവാസിയായിരുന്നു കൊണ്ട് വല്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടാക്കി വെച്ച സൂര്യദേവ ആരാധനയുടെ ദിവസമായ ഞായറാഴ്ചയെ ആരാധിച്ചും കൊണ്ട് സൺഡേ വർഷിപ്പ് എന്നുള്ള പേരിൽ ശബോത്തിന് ദൈവം എടുത്തു കളഞ്ഞു. അത് കീറിക്കളഞ്ഞ ലോട്ടറി, നടുക്കെടുപ്പ് കളഞ്ഞ ലോട്ടറിയാ ചില പാച്ചർമാരെന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർക്ക്, പെണ്ണുപിടിയന്മാർക്ക്. പാസ്റ്റർമാരെന്ന് പറയുന്ന പെണ്ണുപിടിയന്മാർക്ക് അതൊക്കെ നടുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി ആയിട്ട് അങ്ങ് മാറി കീറിക്കളഞ്ഞിരിക്കുക കർത്താവ്. ചവറ്റുകൂട്ടലെടുത്തിട്ടിരിക്കുക ശബാത്തിനെയൊക്കെ പൊക്കി കർത്താവ്. എന്നിട്ട് ഇവർക്ക് അങ്ങ് വിശദീകരിച്ചും കൊടുത്തിരിക്കുക. ഞായറാഴ്ച കർത്താവ് ഇവരുടെ ഒപ്പം വന്നിരുന്നിട്ടാണ് ഹല്ലേലൂയ ശംബാവാട റീബലവാട എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ വർഗങ്ങളോടൊക്കെ എന്നാ പറയാൻ? തലച്ചോറില്ലേ വിവരം കെട്ട വർഗമേ നിനക്കൊന്നും? ബൈബിൾ ഇരുന്നിട്ട് പോലും ഇപ്പോഴും ഈ പാച്ചൽ പൊട്ടന്മാരായിട്ടൊക്കെ നീയൊക്കെ ജീവിക്കുന്നല്ലോ, ഈ മദ്രസ പൊട്ടന്മാരെ പോലെ വേറൊരു വെർഷനായിട്ട്. എങ്ങനെ നിനക്കൊക്കെ മനസ്സ് വരുന്നു? ബൈബിൾ കയ്യിലിരുന്നിട്ടും ദൈവവചനം പറയുന്നു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, ചിന്തിക്കുക പോലും വരുതെന്നാ പറഞ്ഞ നിന്നോടൊക്കെ. കർത്താവ് പറയാ, ആരാ പറഞ്ഞ? യേശു ക്രിസ്തു അവന്ന് പറഞ്ഞത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്ക പോലും വരുത്. ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ വന്നത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെയും സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയും പുള്ളിയും ഒഴിഞ്ഞു പോകത്തില്ലെന്നാ കർത്താവ് പറഞ്ഞു. അപ്പോഴാ 10 കൽപ്പനയുമാർക്ക് എടുത്ത് കളയേണ്ടി വന്നതിൽ. 10 കൽപ്പനയൊക്കെ നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി. അതുകൊണ്ടാ ഈ നറുക്കെടുപ്പ് കിടന്ന ലോട്ടറിമാർ നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന പാസ്റ്റർമാര് ബൈബിൾ കോളേജ് നടത്തി അവിടെയുള്ള ചെറുക്കന്മാരെ എല്ലാം മദ്രസ ഗുണ്ടപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണ വെച്ച്. മനസ്സിലായോ? അതുകൊണ്ട് ആത്മഹത്യയും നടക്കുക അവിടെയൊക്കെ. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കണേ. നറുക്കെടുപ്പ് കഴിഞ്ഞ് ലോട്ടറി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവന്മാർക്കൊക്കെ ഇപ്പം ബൈബിൾ കോളേജ് നടത്തി അവിടെ ഗുണ്ടം പണി നടത്തിക്കൊണ്ടിരിക്കുക. മദ്രസന്മാരെ പോലെ എണ്ണ വെച്ചുള്ള ഗുണ്ടം പരിപാടി നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഇതൊക്കെ പുറത്തു ലോകം അറിയുന്നുണ്ടോ? വല്ലതും ഇല്ല, എന്നറിയുന്നില്ല. അപ്പൊ അവിടെ ആത്മഹത്യ വരെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ. മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന തന്നെ അവിടെയും ആത്മഹത്യ നടക്കുന്നുണ്ട്. അവരെയും ഇവിടെ ഈ മാതിരി വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് വെള്ളഭൂഷി കൊടുക്കുവാനുള്ളതല്ല, അത് ശവക്കല്ലറയാണ്. അതും ശവക്കല്ലറയാണ്. അവിടെയും സ്വവർഗ ഭോഗവും സ്വവർഗ രതിയും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വല്ലതും പുറം ലോകം വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ അറിയിക്കത്തില്ല. നമ്മളൊക്കെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പുട്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നവരല്ലേ. മദ്രസ പൊട്ടന്മാരുടെ വൈറ്റ് വാഷും പുട്ടിയൊക്കെ എന്ത് ചെയ്യും? അടുത്ത വെള്ളം ഒഴിക്കുമ്പോഴേ അത് കഴുകിപ്പോകും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വിശുദ്ധിയുടെ വേഷം കെട്ടി അടിക്കുന്ന പുട്ടി ആയതുകൊണ്ട് അത് കുറച്ച് എന്താ പറയുന്നത്, കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പുട്ടി അടിക്കാൻ തക്കവണ്ണം ഒരു മാണിക്യം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കർത്താവിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് മാറി മാറി പുട്ടിയിട്ട് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ വെളുപ്പിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും. പൊട്ടന്മാരെ, നീയൊക്കെ ഇനിയെങ്കിലും മാനസാന്തരപ്പെടാൻ മനസ്സ് വെച്ചാൽ എത്രയോ നല്ലതാണ്. ഇനിയും പാസ്റ്റർമാരുടെ പൊട്ടന്മാരായിട്ട് നീയൊക്കെ കിടക്കാതെ. അനീഷ് കാവാലം എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ ഗുണ്ടനാണ്. അവന് ആണുങ്ങളോടാണ് അവന് ഇഷ്ടം, സ്വവർഗരതിയിലുള്ളതാണ്. അത് I2I എന്ന് പറയുന്ന ചാനൽ തന്നെ ആ വിഷയം പുറത്തുവിട്ടതാ. ആ ഗുണ്ടനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗുണ്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ഹാലോവിൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ പേരിൽ തന്നെയുണ്ട് സാത്താൻ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്. നാട്ടിൽ നടക്കുന്ന സാത്താൻ വർഷിപ്പ്, ഹാലോവിൻ എന്ന് പറയുന്ന വർഷിപ്പ് നടക്കുന്നവന്റെ പേരിൽ തന്നെയുണ്ട്. അവൻ ആ ഗുണ്ടനെ വെളുപ്പിക്കാൻ വേണ്ടി അവൻ ഇറങ്ങി തിരിച്ചിരിക്കുക. അവന്റെ ബൈബിൾ കോളേജിലാണെങ്കിൽ ഗുണ്ടാപ്പണി നടത്തിയാണ്, എണ്ണപ്രയോഗം നടത്തിയാണ് ഒരുത്തൻ ആത്മഹത്യ ചെയ്തത് പോലും. ഇവനൊക്കെ പോയി എണ്ണപ്രയോഗം നടത്തി. അത്രയും വൃത്തികെട്ട സമൂഹമായിട്ട് ഇവന്മാരൊക്കെ ജീവിച്ചിട്ട് പോലും ഒരു കൂസലുമില്ലാതെ ഇവന്മാരെ ഇന്നും വാഴ്ത്തിപ്പാടുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം, നാട്ടിൽ നടക്കുന്ന സമൂഹം. എങ്ങനെ നന്നാകും ഈ സമൂഹം? പിന്നെ എങ്ങനെ നന്നാകും? നിങ്ങള് എല്ലാവന്മാർക്കും വയറ്റിപ്പിഴപ്പാണ് വിഷയം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ദൈവവചനത്തെ എടുത്തു വെച്ച് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബത്തിനെ കളഞ്ഞിട്ട്, ശബത്തില്ലാതെ അങ്ങ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഞായറാഴ്ചയെ ആരാധിച്ചുകൊണ്ട് സൂര്യദേവനെയും വണങ്ങിക്കൊണ്ടിരുന്ന അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇത് അന്ത്യകാലഘട്ടമാണ്. ഇവിടെ അടയാളം ഏൽക്കണം. ഇവിടെ അടയാളം ഏറ്റേ പറ്റത്തുള്ളൂ.
അടയാളം എന്താണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അടയാളം? അടയാളം എന്ന് പറയുന്നത് ശബത്ത് നിങ്ങൾക്ക് ഞാൻ അടയാളമാക്കി തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്ന കണക്ക് ദൈവത്തിന്റെ മുദ്ര ഏൽക്കാത്തവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ബാക്കിയുള്ളവനെല്ലാം സാത്താന്റെ മുദ്ര ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങ് ഏറ്റുപോകും. അപ്പൊ സാത്താന്റെ മുദ്ര ഇമാർ ഏറ്റുകഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് മുഴുവനും വലിയ വലിയ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അന്ത്യകാലഘട്ടം അടുത്തിരിക്കുന്നു. ഉണർന്ന് ജാഗരിപ്പിൻ പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾക്കിപ്പോ എന്നാ വല്ല കുറവുമുണ്ടോ വീട്ടിൽ നിന്ന് വല്ല ആരാധിക്കുന്നതിന്? ദൈവത്തോട് അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുന്നതിന് വല്ല കുഴപ്പമല്ല ഉണ്ടോ? പാച്ചരടമാരുടെ മുമ്പിൽ പോയി കിടന്ന് ഈ പ്രകസനം കാണിച്ചുകൊണ്ട് ശമ്പാവാട, ഊബലവാട, റീബലവടക, ശമ്പലവടക എന്ന് പറഞ്ഞുകൊണ്ട് വടകളെയും വിറ്റ് 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 വിറ്റിരുന്നാൽ മാത്രം നിങ്ങൾക്ക് ഉള്ളോ രക്ഷ? അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും സ്വർഗത്തിൽ പോകാനൊന്നും തോന്നത്തില്ല. അവിടെ പോയി കിടന്ന് പ്രകസനം കാണിക്കുന്നവരൊക്കെ കണ്ടിരുന്ന് രസിക്കാൻ വല്ല പ്ലാനും പദ്ധതിയും വല്ല ഉണ്ടോ? അതുകൊണ്ടാണോ ഈ പാച്ചർമാരുടെ കീഴിൽ പോയി കിടക്കുന്നേ? ഇല്ല, അറിയാണ്ട് ചോദിക്കുവാ ഞാന്. വീടുകളില്ലേ, വീടുകളിൽ ശബത്തിനെ ആചരിപ്പിൻ. വെള്ളിയാഴ്ച വൈകിട്ട് വീടുകളിൽ വെള്ളിയാഴ്ച വൈകിട്ടിന് മുമ്പേ ശബത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക. ഫുഡെല്ലാം പാചകം ചെയ്ത് നേരത്തെ വെച്ചിരിക്കുക. ശബാത്ത് ദിവസത്തിൽ തീ കത്തിക്കരുത്. നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി മേശയിൽ ഇരുന്നു കൊണ്ട് അപ്പവും മീനും എടുത്ത് കർത്താവിന്റെ മേശയെ ഓർത്ത് അപ്പവും മീനും എടുത്ത് വാഴ്ത്തി കഴിച്ചതിനു ശേഷം ശബാത്തിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് തന്നെ പാട്ടും പാടി അവിടെ ഇരുന്ന് തന്നെ ദൈവവുമായിട്ട് സംസാരിച്ച് മേശയ്ക്കകത്തിരിക്കുന്ന ശുശ്രൂഷയാ. അല്ലാതെ ഈ ശുശ്രൂഷ എന്ന് പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പായും വിരിച്ച് കയറി ഇരുന്നിട്ട് ശംഭവാടാ റൂബലവാടാ റൂബലവടകം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിത്തത്തി കളിക്കുന്ന കണക്കുള്ള കളിയല്ല. ഊടാടാടാ ഈടാടാടാ ഷീബാ മാമ എന്നൊക്കെ വിളിക്കുന്ന വിളിയും ഒന്നുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക്. ഞാനൊരിക്കൽ ഒരു പ്ലേസില്, ഒരു സ്ഥലത്ത്, എറണാകുളത്ത് ഒരു സ്ഥലത്താ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 40 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തൊരു മീറ്റിംഗ് ആണ്. എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടും അലക്സും നിർബന്ധിച്ചു. വേറൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഈ പുള്ളിക്കാരനും നിർബന്ധിച്ച് എന്നെ വിടുകയായിരുന്നു അവിടെ ചെയ്തത്. എന്നെയും കൂടി മീറ്റിംഗിൽ പോകും, നല്ല മീറ്റിംഗാ, അവിടെയാണെങ്കിൽ കൃപാവരങ്ങളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നൊക്കെ പഠിപ്പിക്കുന്ന മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോവുക. അപ്പൊ എനിക്ക് ഇതിനകത്തൊന്നും താല്പര്യം പണ്ടുതൊട്ടേ ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ. ഈ കള്ളന്മാരുടെ കള്ളത്തരമൊക്കെ പണ്ടുതൊട്ടേ പൊളിച്ചടക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊന്നും സമയവും അതിനുള്ള തക്ക സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇത് പുറം ലോകത്തോട് ഞാൻ വിളിച്ചു പറയാത്തത്. പക്ഷെ പറയാൻ പറ്റുന്നവരോടെല്ലാം മുഖത്ത് നോക്കി അപ്പൊ തന്നെ ഞാൻ പറയും. ഏത് പാച്ചറാണെങ്കിലും ഞാൻ തിരിഞ്ഞു പറഞ്ഞ് നോക്കാറില്ല. ഞാൻ അപ്പൊ തന്നെ മുഖത്ത് നോക്കി പറയാൻ സംസാരിക്കുന്ന ആളാണ് അന്ന് തൊട്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധിച്ച് ഈ മീറ്റിംഗിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അന്യഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞു. അതായത് അന്നത്തെ ഒരു ദിവസത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് 40 ദിവസത്തെ മീറ്റിംഗ് ആണ്. അപ്പൊ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ക്ലാസ്സുകളാണ്. അപ്പോൾ ഒരു ദിവസമായപ്പോഴത്തേക്കും പറഞ്ഞു അന്യഭാഷയിൽ സംസാരിക്കണം, 12 മണിക്കൂർ നോൺ സ്റ്റോപ്പ് അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എല്ലാവരെയും കാര്യം അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ അന്യഭാഷ സംസാരിക്കുമ്പോൾ ഈ ആൾക്കാരൊന്നും കേൾപ്പിച്ചിട്ടല്ല അന്യഭാഷ സംസാരിക്കുന്നത്. അപ്പോ അതൊരു അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഉണ്ട് കേട്ടോ. അന്യഭാഷ എന്ന് പറയുന്നത് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഞാൻ അന്യഭാഷ ഉള്ള ആളാണ്, ഞാൻ അന്യഭാഷ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പൗലോസിനെ പോലെ എനിക്ക് പ്രാഗൽഭ്യത്തോട് പറയാൻ പറ്റും. പൗലോസ് എന്താ പറഞ്ഞത്? നിങ്ങളെക്കാളും അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന്. പൗലോസ് പറയുന്നത് പോലെ തന്നെ എനിക്കും പ്രാഗൽഭ്യത്തോടു കൂടി ഈ പാച്ചർ എന്ന് പറയുന്ന സകല പൊട്ടന്മാരെ നിർത്തിവെച്ചിട്ട് എനിക്ക് ധൈര്യമായിട്ട് പ്രാഗൽഭ്യത്തോടു കൂടി പറയാൻ പറ്റും. അവരെക്കാൾ അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. 1-2 ഭാഷയല്ല, 13 ഭാഷകളിൽ ഞാൻ സംസാരിക്കും അന്യഭാഷ. പറഞ്ഞ മനസ്സിലായോ? 13 ഭാഷകളിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഈ റീബാവാട, റീബലവാട, ശമ്പലവടക, റൂബലവടക എന്ന് പറയുന്ന ഇതല്ല അന്യഭാഷ. അതെങ്കിലും ഇനിയെങ്കിലും അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ശക്തമായിട്ട് അന്യഭാഷയെ എതിർത്ത് സംസാരിക്കുന്നത്. കാരണം അന്യഭാഷ എന്താണെന്ന് വ്യക്തമായി എനിക്ക് അറിയാവുന്നത് കൊണ്ടും അന്യഭാഷ ഒരു ഭാഷയായിരിക്കുന്നത് കൊണ്ടും ആ ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം നിങ്ങളോട് മണിക്കൂറോളം സംസാരിക്കുകയാണ്. ഞാൻ മണിക്കൂറോളം സംസാരിക്കുമ്പം എന്താ മഹേഷ് കുമാർ, ജോസഫ് ബിനോ, എന്തോ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നോ, കഴിച്ചോ വല്ലതും കുടിച്ചോ വല്ലതും എന്നാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 24 മണിക്കൂറും? അങ്ങനെയാണോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്? നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നോ, കുടിച്ചോണ്ടിരിക്കുന്നോ, എന്താ ഉണ്ട് വിശേഷം, വന്നിട്ടങ്ങ് പോയോ, ഇരുന്നോ, ചാടിയോ, പോയോ, വന്നിട്ടങ്ങ് ഇരുന്നോ എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ സംസാരിക്കുകയല്ലേ, ഞാൻ വ്യക്തമായ ഒരു കോൺവെർസേഷൻ നിങ്ങളോട് നടത്തുകയല്ലേ. ഇതാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷ ഒരു ഭാഷയാണ്. അത് മണിക്കൂറോളം സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളും വ്യത്യസ്തമായിരിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ കോൺവെർസേഷൻ നടത്തുന്നത് പോലെ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് അന്യഭാഷയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അത് അന്യഭാഷ തരുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അന്യഭാഷ സംസാരിക്കുന്ന സമയത്താണ് ഈ ആത്മീക മർമ്മങ്ങൾ വെളിപ്പെടുന്നത്. ഇപ്പൊ മൊസാദ് ഒരു ഭാഷയുണ്ട്, മൊസാദിന് ലോക
ലോകക്കാർ സംസാരിക്കുന്ന ഭാഷ മൊസാദ് തമ്മിൽ സംസാരിക്കാറില്ല. കാരണം അവർ കോഡ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളിനകത്തുള്ള മറിഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളുണ്ട്. അത് പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ദൈവവുമായി കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഒരു ആത്മീക മർമ്മങ്ങളെ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടന്മാർക്ക് പൊട്ടന്മാർക്ക് ആരാധിക്കാന്നുള്ള പേരും പറഞ്ഞ് ശമ്പട വാട റീബലവടക റൂബലവടക എന്ന് പാട്ടും പാടി ആത്മാവ് വന്ന് എന്ന് പറഞ്ഞ് വെച്ച് ആക്ഷൻ കാണിക്കാന്നുള്ള ഈ വൃത്തികെട്ട ജന്മങ്ങളെല്ലാം കർത്താവ് അടിച്ച് പുറത്താക്കിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഇവന്മാരെല്ലാം ചാട്ടവാറിനടുത്ത് ചാമ്പിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അപ്പൊ കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ഈ അന്യഭാഷ. അപ്പൊ ഞാൻ ഈ 12 മണിക്കൂർ അന്യഭാഷ സംസാരിക്കണമെന്ന് ഇവർ പറഞ്ഞല്ലോ. അപ്പൊ എനിക്കറിയാം ഇവന്മാര് അന്യഭാഷ പറയാൻ പോയാൽ എങ്ങനെ പറയും എന്നുള്ളത് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാവുന്നത് കൊണ്ട് ഞാനൊരു മൂലയിൽ മാറി ഇരുന്നിട്ട് വളരെ ക്വയറ്റായിട്ട് ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. 12 മണിക്കൂർ. അപ്പൊ നമ്മൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ ലാംഗ്വേജ് പോയാ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 13 ഭാഷകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. 1-2 ഭാഷകളിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ അതായത് ഈ കോൺവെർസേഷൻ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി, ഇപ്പൊ ഞാൻ അറബിക്കിലാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ചൈനീസ് കയറി വരും. ചൈനീസിലാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് ഉറുദു കയറി വരും. ഉറുദുലാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് മറാഠി കയറി വരും. മറാഠിയിലാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഹിന്ദി കയറി വരും. ഹിന്ദിയിലാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് സ്പെയിൻ കയറി വരും. ഇങ്ങനെ ഭാഷകൾ മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. കാരണം ഈ പറയുന്നത് മർമ്മമാണ്. അത് മറ്റുള്ളവർക്ക് കത്താതിരിക്കാനാണ് ഈ ഭാഷകൾ മറിഞ്ഞു എന്ത് ചെയ്യുന്നത്, സംസാരത്തിന്റെ കോൺവെർസേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അന്യഭാഷ സംസാരിക്കുന്നത്. അന്യഭാഷ ഒരു ഭാഷയാണ് പ്രിയ സഹോദരങ്ങളെ. അത് മണിക്കൂറോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നീണ്ടു നിൽക്കുന്ന ഒരു ഭാഷയാണ്. അത് എങ്ങനെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് സംസാരിക്കാൻ അന്യഭാഷയിൽ പറ്റും. എനിക്കിപ്പോ ഇരുന്നാലും സംസാരിക്കാം. അത് ആരാധിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിരുന്നിട്ട് ആത്മാവ് വരുന്ന പരിശുദ്ധാത്മാവ് അപ്പം മാത്രം ഉപയോഗിക്കുന്നതല്ല. നിങ്ങൾക്ക് നടക്കുമ്പോൾ സംസാരിക്കാം, ഇരിക്കുമ്പോൾ സംസാരിക്കാം, കിടന്നുറങ്ങുമ്പോൾ സംസാരിക്കാം, ബസ്സിൽ ഇരിക്കുമ്പോൾ സംസാരിക്കാം. അങ്ങനെ കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനിപ്പുറത്ത് മാറിയിരുന്ന് ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഭക്തന്മാരിങ്ങനെ പുറപ്പെട്ടു വരുമേ, അന്യഭാഷ സംസാരിക്കുന്ന ഇവളാണോ തെറി വിളിക്കുന്നേ എന്ന് ചോദിക്കും ഇവന്മാർ വന്നിട്ട്. ഇവന്മാരുടെ ഭാഷയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തെറിയാ. കാരണം ഇവന്മാർ വീട്ടിൽ സ്ഥിരമായിട്ട് ഇതിനേക്കാളും ശക്തമായ എന്തൊക്കെയോ വിളിക്കുന്നുണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് ചില കാര്യങ്ങളെ പറയുന്നതല്ല ഇവന്മാർക്ക് തെറിയായിട്ട് മാറും. കാരണം മിണ്ടരുത്, അയ്യോ നമ്മൾ വായും പൊത്തിയിരിക്കണം. സത്യം സീരിയസ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏലിയാവ് ബാലിന്റെ 450 പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഏലിയാവ് നരകത്തിൽ പോകേണ്ടതല്ലേ? ഏലിയാവ് എന്താ പറയുന്ന ബാലിന്റെ പ്രവാചകന്മാരെ നോക്കിയിട്ടാ നിന്റെ ദൈവം എവിടെ പോയടാ, തൂറാൻ പോയാടാ എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് നിർത്തി പരിഹസിച്ചില്ല. അപ്പൊ ബാലൻ ഏലിയാവിന്റെ നാവിലൂടെയൊക്കെ പറയാല്ലേ. ഏലിയാവിന് പരിശുദ്ധാത്മാവിലൊരു മണ്ണാൻ കെട്ടിയില്ല. അതുകൊണ്ട് ഏലിയാവിന് എന്തും പറയാം. ഏലിയാവിന് ആരുടെയും കഴുത്ത് വിട്ട് കൊലയും ചെയ്യാം, എന്തും ചെയ്യാം. എന്നാലും കർത്താവ് അങ്ങ് പിടിച്ചങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും അല്ലെ. മോശ തന്റെ കൂട്ടു സഹോദരനെ അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരുത്തിനെ അടിച്ചങ്ങ് എന്ത് ചെയ്തു, കൊന്ന് മണ്ണിലോട്ട് കുഴിച്ചിട്ടു. അപ്പൊ മോശയ്ക്ക് സ്വർഗത്തിൽ പോകണ്ടല്ലേ? മോശയെ സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോകത്തില്ല. എടാ വൃത്തികെട്ട ഭക്തന്മാരെ, നിന്നെപ്പോലുള്ള ഈ എന്താ പറയുന്ന ഉഡായ്പകളാണ് സമൂഹത്തിൽ ദോഷം ചെയ്യുന്നത്. ഒരു പുറമൂടിക്ക് കാണിച്ചു കൂട്ടുന്ന ഒരു ഭക്തിയുടെ വേഷം കെട്ടലുണ്ടല്ലോ, ഇതാണ് കർത്താവിന് ഇഷ്ടമല്ലാത്തത്. സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കേണ്ട കാര്യം ശക്തമായ രീതിയിൽ തന്നെ സംസാരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അരോചകമായിട്ടും ബുദ്ധിമുട്ടായിട്ടൊക്കെ നീയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീ ഒന്നും മനുഷ്യനായിട്ട് സമൂഹത്തിൽ ജീവിക്കാതെ വെള്ളയടിച്ച് ശവക്കല്ലറകളായിട്ട് മനുഷ്യന്റെ മുമ്പിൽ വേഷം കെട്ടി വേഷധാരികളായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് അറവെറുപ്പായിട്ടും ബുദ്ധിമുട്ടുമായിട്ടൊക്കെ തോന്നുന്നത്. മനുഷ്യനാണെങ്കിൽ പച്ചയ്ക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ പച്ചയ്ക്ക് സംസാരിച്ച് തന്നെ പറ്റത്തുള്ളൂ. അതാണ് മനുഷ്യകുലത്തിന്റെ പ്രത്യേകതയും മനുഷ്യനായിരിക്കുമ്പോഴുള്ള ക്വാളിറ്റിയും എന്ന് പറയുന്നത്. മനസ്സിലായോ? അതവിടെ കിടക്കട്ടെ, വിഷയത്തിലേക്ക് ഞാൻ വരാം. അപ്പം ഞാനാണെങ്കിൽ മാറി ഇന്നിങ്ങനെ അന്യഭാഷ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പതുക്കെ കോയറ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എനിക്കറിയാം ഞാൻ സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ ഇവന്മാർ സംസാരിക്കുന്നത്. എന്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാസ്റ്റർമാരിന്ന് ബോംബെയിൽ നിന്നും ബംഗളൂരിൽ നിന്നൊക്കെ 2 ചെറുപ്പക്കാരന്മാരെല്ലാം വന്നിട്ടുണ്ട്. കുറെ പാസ്റ്റർമാരെന്ന് പറയുന്ന പേരിൽ കുറെ പാസ്റ്റർമാർ അവിടെ ഇരിക്കുന്ന മൊത്തവും ഒരുത്തൻ ഊടരാടാ ശമ്പല കടകാ റീവൽ ഘടക വാതി കെട്ടി 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 വലത്ത് കെട്ടി 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 രൂപ ഘടക ഘടകം മറിഞ്ഞു ഘടക 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 രസ്യ ഘടക രച്ചസ്യ ഘടക രച്ചസ്യ ഘടക ഘടക. അവസാനം ഇവന്മാർക്ക് മണിക്കൂറോളം സംസാരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ നമ്മളൊരു ഭാഷ സംസാരിച്ചാൽ നമുക്ക് മണിക്കൂറോളം സംസാരിക്കാൻ പറ്റും.
നേരെ മറിച്ച് ഇപ്പൊ ഞാനൊരു പ്രസംഗം കാണാപ്പാഠം പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ വാക്കുകൾ മുട്ടിപ്പോകും എനിക്ക്. കാരണം ഞാൻ കാണാപ്പാഠം വന്ന് പിടിച്ചുമ്പോൾ ആ വേർഡ് കിട്ടിയില്ലെങ്കിൽ പണി കിട്ടും എനിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രസംഗം ഞാൻ പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കി അതിനെക്കുറിച്ച് കുറെ ഗ്രാഹ്യത്തോടു കൂടി വന്നിരുന്നിട്ട് പറയുകയാണെങ്കിലും ഒരുവിധം ഒഴുക്കിനോടെ സംസാരിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും അത് വിട്ടിപ്പോയി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ 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 അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹല്ലേലൂയ ഹല്ലേലൂയ ഇടയിൽ കയറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം അത് പിടിക്കാൻ വേണ്ടി പോയ പ്രസംഗത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹല്ലേലൂയ ഇടയിൽ കയറുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് കുറെ ഇവന്മാര് കാണിക്കുന്ന കുറെ തരികടയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഈ അന്യഭാഷ എന്ന് പറയുന്നത് മണിക്കൂറോളം ഒന്നും ഇവന്മാർക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പള്ളിയിലൊക്കെ ഈ അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു പാട്ട് പാടും അപ്പോഴത്തേക്കും കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ വേണ്ടി പാടുന്ന പാട്ടാണ് അതിനേക്കാൾ രസം. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് പാട്ട് പാടുന്നത്. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, കുനാടിൻ വിലയേറിയ രക്തത്താൽ, നാടിന്റെ വിലയേറിയ രക്തത്താൽ, മറിഞ്ഞു ഞാൻ വിളക്കപ്പെട്ട രക്തത്താൽ, ഓ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ശമ്പല ബലക ബല ബലക. ഇതാണ് ഇവന്മാരുടെ അതായത് ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. എന്ത് പറഞ്ഞാ എന്റെ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ഇതാണോ ദൈവത്തെ ആരാധിക്കുന്നത്? സങ്കടങ്ങൾ ശകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി എന്നുള്ളതാണോ ആരാധന? എടാ വൃത്തികെട്ടവന്മാരെ, പൊട്ട സമൂഹമേ, നിന്റെ മുമ്പിലിരിക്കുന്ന പൊട്ട മന്ദബുദ്ധികളെയൊക്കെ നീയൊക്കെ മന്ദബുദ്ധികളാക്കുന്ന തരത്തിലല്ലേ ഈ പഠിപ്പിക്കലൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണോ വർഷിപ്പ്? സങ്കടങ്ങൾ സകലവും ചേർന്നുപോയി. അപ്പൊ ഇങ്ങനെ കൈയടിക്കും. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, ലബലക്കല്ലക്കല്ലക്കല്ലക്കല്ലക്കല്ലക്കല്ലക്കല്ലക്കല്ലക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കൊട്ടി 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 അതിങ്ങനെ കൈ അഴയ്ക്കും, വായി അഴയ്ക്കും. അതെല്ലാം തീരുമ്പോഴത്തേക്കും പതുക്കെ 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 അതങ്ങ് അവസാനിക്കും. എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത പാട്ടങ്ങ് അടിച്ചു വിടും. അടുത്ത പാട്ടം കഴിയുമ്പോഴത്തേക്കും മൂന്നാമത്തെ പാട്ട്. അയ്യോ, പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുന്നവന്മാരെ, ഈ ലോകത്തല്ല വരുവാനുള്ള ലോകത്തിൽ നിന്നും നീ ഒന്നും ഒഴിഞ്ഞു പോകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണോ അന്യഭാഷ? ഇതാണോ ആരാധന? നീ ആരെയൊക്കെ പറ്റിക്കുക? ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വിശുദ്ധന്മാർ, വിശുദ്ധ ക്രിസ്ത്യാനികൾക്കൊക്കെ കേൾക്കുമ്പോൾ അറുവറുപ്പ് തോന്നും. റീനോ, നിന്നെ ദൈവത്തിന്റെ എന്നെ കർത്താവ് പറഞ്ഞു വിട്ടതിനാന്നറിയോ? നിന്റെയൊക്കെ ചാട്ടവാർ ചണ്ടിക്കിട്ട് അടിക്കാനേ എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്നെ പറഞ്ഞു വിട്ട അതിന് വേണ്ടിയിട്ടാ. നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ തുറന്നു പറയാൻ നാട്ടിലൊരുത്തനും ഇല്ലാത്തത് കൊണ്ട് ജെറുസലേമെങ്കിൽ നിന്നും വിളിച്ചു പറഞ്ഞാലെങ്കിലും ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. എന്നാലും നീയൊക്കെ കേൾക്കുവോ? പെണ്ണ് പറഞ്ഞാൽ നിനക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. കർത്താവിന് കഴുതയും ഉപയോഗിക്കാൻ അറിയാം, പെണ്ണിനെയും ഉപയോഗിക്കാൻ അറിയാം. കർത്താവിന് ആ സമയത്തിന് ആരെ കിട്ടിയാലും കർത്താവ് ഉപയോഗിക്കും. കാരണം ഇപ്പൊ കിടക്കുന്ന മുഴുവനും പണത്തിന് വേണ്ടി ആർത്തുമൂത്ത് കിടക്കുന്ന ഭ്രാന്തന്മാരും മനുഷ്യനെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നവന്മാരും അല്ലേ. അവന്മാരെന്ത് പറഞ്ഞാലും അതാണല്ലോ ഇപ്പൊ വേദവാക്ക്. ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറെ ശവന്തീനി ജനങ്ങളും. അതുകൊണ്ട് ഇതൊക്കെ ദൈവത്തെ പറ്റിക്കാനൊക്കെ നിനക്കൊക്കെ ഉപയോഗിക്കാവുന്നത് ഒരിക്കലും വ്യാമോഹിക്കരുത്. നീയൊക്കെ നിന്റെയൊക്കെ അടിവാരവും അസ്ഥിവാരവും കുഴിയും തോണ്ടാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സ്വയമേ കടന്നങ്ങ് കുഴിക്കാത്ത വീഴാൻ വേണ്ടി. അതുകൊണ്ട് ഇരട്ടി നരകമെന്ന് കർത്താവ് നേരത്തെ വിളിച്ചു വെച്ചത്. കാടും മേടും കടന്ന് അനേകർ ഈ മാർഗത്തിൽ വന്നിട്ട് ഇരട്ടിച്ച് നരകയോഗ്യരാക്കി തീർക്കുന്നു എന്ന് പറയാൻ കാരണം എന്തോ? ഈ കടന്ന് കാണിച്ചു കൂട്ടുന്ന പ്രകസനമല്ലേ. ശമ്പാ വാടാ റീബല വാടക, ഒരു പാട്ട് പാടും, തീർന്നു. അടുത്ത് ഇതൊന്നുമല്ല അന്യഭാഷ. അപ്പം ഇവന്മാര് അവിടെ ഇരുന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു ഇവന്മാർക്ക് അന്യഭാഷ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ വായി കഴിക്കും. 12 മണിക്കൂർ ആർക്ക് പറയാൻ പറ്റും അന്യഭാഷ? അന്യഭാഷ കിട്ടിയവന് ചിലപ്പോൾ പറയാമായിരിക്കും, അല്ലാത്തവന് പറ്റുമോ? അതുകൊണ്ട് ഇവന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ അന്യഭാഷ നീട്ടിക്കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്യണം? വ്രതം കൊടുക്കുക ടൈമിങ്ങിൽ. ഒരുത്തൻ വന്നിട്ട് ശമ്പ വാടാ, ഒരുത്തൻ റൂബല വടക, ശമ്പല കടക, റീബൽ ഖാന വടക വച്ചസി, ലെങ്കല്ലമ്മ, ശങ്കലക്ക, ലൂബല്ലക്ക. ഇത് എന്ത് കോൺവെർസേഷൻ ആണോ ദൈവവുമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടാരാടാ ശിവമാമ, കൂടാരാടാ ശിവമാമ എന്ന് പറയുന്നത് പോലെ ഇത് എന്ത് കോൺവെർസേഷൻ ദൈവവുമായിട്ട് നടത്താനാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന. വിവരദോഷികളെ, വൃത്തികെട്ടവന്മാരെ,
പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുന്നവന്മാരെ, നീ ഒന്നും വരുവാനുള്ള ലോകത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവിന് അന്യഭാഷ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട്. അല്ലാതെ അന്യഭാഷ ഇല്ലാത്ത ഒരാളായിട്ടോ അന്യഭാഷ എന്താണെന്ന് അറിയാത്ത ഒരാളായിട്ടോ ഒന്നും അല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടും അന്യഭാഷ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെക്കാളും അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ 13 ഭാഷകളിൽ സംസാരിക്കുന്ന വ്യക്തിയാ പ്രിയ സഹോദരങ്ങളെ. 1-2 ഭാഷകളൊന്നും അല്ല ഞാൻ സംസാരിക്കുന്ന അന്യഭാഷ എന്ന് പറയുന്നത്. സംസാരിച്ചാൽ നമുക്ക് അന്യഭാഷയിൽ മണിക്കൂറോളം സംസാരിച്ചു പോകാൻ പറ്റും. മണിക്കൂറോളം, ദിവസങ്ങളോളം നമുക്ക് അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ചിലപ്പും കിലപ്പും ഒന്നും അല്ല അന്യഭാഷ. അത് വ്യക്തമായി ഇപ്പം എന്തുവാ, നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഒരു കുഴിമന്തി എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒരു കുഴിമന്തി കഴിച്ച് നമ്മൾ ഇരുന്ന് അതിന്റെ ടേസ്റ്റ് മനസ്സിലാക്കി ഇതാണ് കുഴിമന്തി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും അവൻ നെയ്ച്ചോറ് കൊണ്ട് കൊടുത്തിട്ട് ഒരുത്തനെ പറഞ്ഞു പറ്റിക്കുക കുഴിമന്തിയാണെന്ന് പറഞ്ഞു പറ്റിക്കുമ്പം യഥാർത്ഥ വണ്ണം കുഴിമന്തി കഴിച്ചവൻ അറിയാൻ പറ്റും ഇത് കുഴിമന്തിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ പോയി തർക്കിക്കും, അല്ല ഇത് നെയ്ച്ചോറാണ്, ഇത് കുഴിമന്തി അല്ല, ഇത് കുഴിമന്തി ഇങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? അവന് കുഴിമന്തിയാണെന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാ. എടാ വൃത്തികെട്ടവന്മാരെ, നിന്നോടൊക്കെ ഞാൻ പറയുന്നത് അന്യഭാഷ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. നീയൊക്കെ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം പറയുന്നു എന്നുള്ളത് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ദൈവത്തിന് തകർക്കണമെങ്കിൽ എന്നെ തകർക്കണമായിരുന്നു. നീയൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുകയാണ്, റീനോ ദൈവസഭയ്ക്കെതിരെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വായി തുറക്കാൻ വിടാതെ ദൈവം എന്നെ തീർത്തു കെട്ടണമായിരുന്നു. പക്ഷെ ഓരോ ദിവസവും എന്നെ നടത്തിക്കൊണ്ടു പോകുന്ന വിധങ്ങളും പദ്ധതികളും നിനക്കൊന്നും അറിയത്തില്ലല്ലോ ഇസ്രായേലിൽ ഞാൻ ജീവിക്കുമ്പം. എന്റെ ഹൃദയത്തിലെ ഓരോ ആഗ്രഹങ്ങളെയും ദൈവം നടത്തി തന്നി എപ്രകാരം എന്നെ എന്തിനായിട്ടാണോ ദൈവം ഉപയോഗിച്ചത് അതിന്റെ ആ ഒരു എന്ത് പറഞ്ഞ അവസാനത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുന്നതൊന്നും നീ പൊട്ടന്മാർക്ക് അറിയത്തില്ലല്ലോ. നീയൊക്കെ നാട്ടിൽ കിടക്കുകയല്ലേ. എടാ വൃത്തികെട്ടവന്മാരെ, ഇസ്രായേലിൽ ജീവിക്കുന്ന എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നെ ഓരോ ദിവസവും ദൈവം നടത്തുന്ന വഴികളും ഓരോ ദിവസവും എന്നെ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ വരച്ച് ദൈവം കൊണ്ടുപോകുന്ന വിധങ്ങളൊക്കെ എനിക്കല്ലേ അറിയത്തുള്ളൂ. നിങ്ങളോട് ഞാൻ വന്നിരുന്ന് സംസാരിക്കും. എന്റെ ഇമ്മ മരിച്ചതിന് ശേഷം എന്റെ ആബയുടെയും ഇമ്മയുടെയും വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ദൈവവചനം സംസാരിക്കുന്നതിനും ഓടി നടന്ന് ദൈവകാര്യങ്ങൾ ചെയ്യുന്നതിനും ഒക്കെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിനുശേഷം എന്റെ ഇമ്മ മരിച്ചതിന് ശേഷം എന്റെ ജോലിയുടെ കാര്യത്തിനകത്ത് എനിക്ക് ജോലി മനുഷ്യനൊക്കെ ആവശ്യമാണ്. ഇമ്മയും ആബയും ഉണ്ടെന്ന് പറഞ്ഞ് ഇമ്മയുടെ ആബയുടെയും വീട്ടിനകത്ത് 24 മണിക്കൂറും കയറി നിന്ന് അമ്മിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളും അമ്മയുടെയും അച്ഛന്റെയും കൂടെയൊക്കെ താമസിക്കുകയല്ലേ. നിങ്ങളും അമ്മയുടെയും അച്ഛന്റെയും കൂടെ താമസിക്കുന്നു പറഞ്ഞിട്ട് അപ്പനും അമ്മയ്ക്കും ഒക്കെ കോടാനുകോടി സ്വത്തുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിലിരുത്തി 24 മണിക്കൂറും ചോറും കറിയും തന്നുകൊണ്ടിരിക്കുമോ? നിങ്ങളും ജോലി അന്വേഷിച്ച് കോയമ്പത്തൂറും ചെന്നൈക്കും മറ്റു സ്ഥലങ്ങളിലും പോകുന്നത് പോലെ തന്നെയാണ് ഞാനും എന്ത് ചെയ്തത്. എന്റെ ഇമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ജോലി ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ജോലിയുടെ കാര്യത്തിലേക്ക് ഞാൻ മാറി നിൽക്കുന്നത്. ഞാൻ ആബയെ കാണാൻ സ്ഥിരമായിട്ട് പോകാറുണ്ട്, എന്റെ ആബയുടെ വീട്ടിലേക്കും ഞാൻ പോകാറുണ്ട്. പക്ഷെ എന്റെ ജോലി കാര്യത്തിൽ ഞാൻ ജോലിയുമായിട്ടുള്ള ബന്ധത്തിലേ എനിക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്റെ ഇമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞിരുന്നത്? കെരീത്ത് തോട്ടിലെ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ സാറാഫാത്തിൽ ദൈവം കരുതി വെച്ചിട്ട് ആ കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുന്നെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും ഞാൻ അടിയുറച്ച് വിശ്വസിച്ചു എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതാൻ പോകുന്നത് വലിയൊരു പദ്ധതി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതലും ആഗ്രഹം എന്ന് പറയുന്നത് ലീവ് ഔട്ട് ചെയ്യാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ലീവ് ഔട്ട് ജോലി അങ്ങനെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യത്തില്ല. ഇസ്രായേൽ അങ്ങനെ ആർക്കും കിട്ടത്തില്ല ലീവ് ഔട്ട് ജോലി എന്ന് പറയുന്നത് തന്നെ. ലീവ് ഔട്ട് ജോലി കിട്ടിയാലും സാലറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും കിട്ടുന്നത് ലീവ് ഔട്ട് ജോലിക്ക്. പക്ഷെ ഞാൻ ദൈവത്തോട് എന്റെ ആഗ്രഹം വെച്ച് പറഞ്ഞു, കർത്താവേ എനിക്ക് ലീവ് ഔട്ട് ജോലി തന്നെ എന്റെ ദൈവം തരണം. എനിക്ക് ദൈവം അനേകം സമയങ്ങൾ ദൈവം എനിക്ക് ഒരുക്കി തരണം. അവിടുത്തെ വചനം സംസാരിക്കുന്നതിനും ദൈവകാര്യങ്ങൾ ഇടപെടുന്നതിനും എനിക്ക് അനേകം സമയം ദൈവം ഒരുക്കി തരണം. എനിക്ക് ലീവ് ഔട്ട് ജോലി തന്നെ തരണമെന്ന് ദൈവത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. വെള്ളയിൽ കൊണ്ട് നടക്കുന്ന കണക്കാ കർത്താവിന് ഇതുവരെയും കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊട്ടന്മാരോടൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. ഇവന്മാരൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്ന റീനയെ ദൈവം അടിക്കും, റീനയെ ദൈവം ഒട്ടും. കാരണം റീനയെ ദൈവം കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന റീനയ്ക്കല്ലേ അറിയത്തുള്ളൂ. ആ ധൈര്യമല്ലേ ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നോടൊക്കെ. റീനയെ ദൈവം ഓരോ ദിവസവും കൈവെള്ളയിൽ കൊണ്ട് നടത്തുകയാണ്. റീനയുടെ ഓരോ കുഞ്ഞു ആഗ്രഹം വലുതുപോലും ഞാൻ ആവശ്യപ്പെടാറില്ല കർത്താവിനോട്. കാരണം എനിക്ക് വലുതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എനിക്ക് ജീവിക്കാനുള്ള വരുമാനം ദൈവം അന്തസ്സായിട്ട് എനിക്ക് ദൈവം തരുന്നുണ്ട്. ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിലും സാഹചര്യത്തിലും നിന്നെല്ലാം എത്രയോ വേറിട്ട് ദൈവം എന്നെ വഴി നടത്തുകയാണ്. കാരണം എനിക്ക് പണത്തിനോട് ആർത്തിയില്ലെന്ന് ദൈവത്തിന് നല്ല വൃത്തിയാണം അറിയാം. ദൈവത്തിന് എന്റെ ഹൃദയം നല്ലപോലെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കർത്താവ് എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് ലീവ് ഔട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ലീവ് ഔട്ട് ജോലി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൂമിൽ പോയി
ഫുഡ് വെച്ച് കഴിച്ച് കിടന്നുറങ്ങി എണീറ്റ് നമുക്ക് പിന്നെ വന്ന് ബാക്കിയുള്ള ഡ്യൂട്ടി വന്ന് ചെയ്താൽ മതി. ഇതിനെയാണ് ലീവ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലീവ് ഔട്ട് ജോലി അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴത്തേക്കും കിട്ടാൻ ഭയങ്കര പാടാ. ലീവിൻ ജോലിയേ ഉള്ളൂ. കാരണം കെയർ ടേക്കർ സെക്ടറിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവിൻ ജോലി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ലീവിൻ ജോലി ചെയ്യണമെങ്കിൽ 24 hours നമ്മളൊരു പേഷ്യന്റിന്റെ കൂടെ ആയിരിക്കണം. ആ പേഷ്യന്റ് നമുക്ക് തരുന്ന തുച്ഛമായ സമയത്ത് മാത്രമേ പുറത്തു പോകാനൊക്കെ പറ്റത്തുള്ളൂ. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആബയുടെയും ഇമ്മയുടെ വീട്ടിലായിരുന്നപ്പോൾ ഞാനൊരു കുറവ് അറിഞ്ഞിട്ടില്ല. കാരണം ഏത് രാത്രിയിലും ഏത് പകലിലും എപ്പോ വേണമെങ്കിലും എനിക്ക് പോകാം. കാരണം ഞാൻ അവളൊരു മകളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് സ്വാതന്ത്ര്യം മക്കളെക്കാളും എനിക്ക് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആബയുടെയും ഇമ്മയുടെ വീട്ടിലല്ലാതെ വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് ലീവ് ഔട്ട് തന്നെ എനിക്ക് വേണം അപ്പാ. അപ്പോൾ അത് ഇസ്രായേലിൽ തന്നെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലീവ് ഔട്ട് ജോലി കണ്ടെത്തി പോകുക എന്ന് പറഞ്ഞാൽ. കാരണം ലീവ് ഔട്ട് ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ സാലറി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ലീവ് ഔട്ട് ജോലി എടുക്കാൻ വളരെ വളരെ പ്രയാസപ്പെടും. അപ്പോൾ ഞാൻ ലീവ് ഔട്ട് ജോലിക്ക് വേണ്ടി അന്വേഷിച്ചപ്പോൾ ഒരു ആൾ എന്നോട് പറഞ്ഞത് $8,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലീവ് ഔട്ട് ജോലി എനിക്ക് ഒപ്പിച്ചു തരാം. പക്ഷെ ലീവ് ഔട്ട് ജോലി ഒപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ ജോലി അന്വേഷിച്ച് കണ്ടെത്തി ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കാശ് സമ്പാദിച്ച് അതിനകത്തും 1000 ഷെക്കേൽ ഞാൻ എന്ത് ചെയ്യണം? ഓരോ മാസവും എനിക്ക് വിസ തരുന്ന സ്പോൺസർക്ക് ഞാൻ കൊടുക്കണം. പോരാത്തതിന് എന്റെ വീട്ടുവാടക, പോരാത്തതിന് എന്റെ എന്ത് പറഞ്ഞ ചെലവ്, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ അതിനകത്ത് കിടക്കുക. അപ്പം എനിക്ക് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു ലീവ് ഔട്ട് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ $8,000 ഒന്നും തന്ന എനിക്ക് വേണ്ടിയാ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്റെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെ കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റെ കർത്താവിനറിയാം എനിക്ക് എങ്ങനെ ജോലി തന്നെ എന്നെ ഇവിടെ നിർത്തണമെന്നുള്ളത് എന്റെ കർത്താവിനറിയാമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ അത് ഉറപ്പിച്ച് വിശ്വസിക്കുകയും അത് ഞാൻ കർത്താവിനോട് സംസാരിക്കും. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പോയി കിടന്ന് മുട്ടിപ്പായിട്ട് കിടന്ന് കർത്താവേ എന്നോട് ഇങ്ങനെയൊന്നും ഞാൻ കരയാറും ബഹളം വെക്കാറും പോകാറില്ല. കാരണം എനിക്കറിയാം എന്റെ അപ്പന്റെ കൈവെള്ളയിലാ കൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ കുഞ്ഞു വാവ സംസാരിച്ചു പോകുന്ന കണക്ക് ഞാൻ അപ്പനോട് സംസാരിച്ചു പോകും. ഞാൻ പറയുമ്പോൾ എന്നെ അപ്പച്ചി അറിയാലോ എന്റെ അവസ്ഥ, എനിക്കിത് ആഗ്രഹം, എന്റെ അപ്പൻ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. യെരുശലേമിൽ നിന്നും എനിക്ക് മാറിപ്പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് യെരുശലേമിൽ നിന്നല്ലാത്തടത്ത് പലതരത്തും ജോലി വന്നു. പക്ഷെ ജോലി വന്നാലും അവിടെയും 24 hours നിൽക്കണം എനിക്ക്. അങ്ങനെയും വന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 1.5 മാസം ഞാൻ ജോലി ഇല്ലാതെ യെരുശലേമിൽ തന്നെ പാർത്തു. 1.5 മാസം ഞാൻ ജോലി ചെയ്തില്ല. ഞാൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. പലയിടത്തും പോയി വീഡിയോ എടുത്തു, ഞാൻ കറങ്ങി നടന്നു, ഇങ്ങനെയൊക്കെ ചെയ്തു. കാരണം എനിക്കറിയാം എന്റെ കർത്താവ് എനിക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഭാരപ്പെട്ട് ബഹളം വെച്ച് അയ്യോ ജോലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. ആ 1.5 മാസവും ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. അതിനുശേഷം 1.5 മാസങ്ങൾക്ക് ശേഷം എന്റെ ദൈവം എനിക്കൊരു വഴി ഒരുക്കി തന്നു. എന്റെ സാലറിക്ക് ഒരു കുറവുമില്ല. എന്റെ കർത്താവ് ഞാൻ എന്താഗ്രഹിച്ചോ അതുപോലെ. എനിക്ക് ലീവ് ഔട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ലീവ് ഔട്ട് അല്ല എനിക്ക് തരുന്നത്, മനസ്സിലായോ? സാധാരണ ലീവ് ഔട്ട് പോലെ ഒരു ലീവ് ഔട്ട് അല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന ലീവ് ഔട്ട്. അങ്ങനെ ദൈവം എന്നെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുക. നിന്നെപ്പോലുള്ള പൊട്ടന്മാർക്ക് പറഞ്ഞാൽ വല്ല മനസ്സിലാകൂ? നിന്റെയൊക്കെ വിചാരം റീനയോ അങ്ങ് എന്തുവാ ദൈവം അങ്ങ് ഇവളങ്ങ് എന്തുവാ മഹാപാപിയാണ്, പാതകിയാണ്, വഞ്ചകിയാണ്. ദൈവദാസന്മാർക്ക് ഈ പൊട്ടന്മാർക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടാണ് ദൈവം എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടത്തുന്നത്. ആഹാബിന് വിരോധമായി ആഹാബ് ചെയ്തു പോയ എല്ലാ കൊള്ളരുതായ്മയ്ക്കും എതിരെ ഏലിയാവ് ശക്തമായി പ്രതികരിച്ചത് കൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഏലിയാവെ ചാടി വന്നോ, കെരീത്ത് തോട്ടിലേക്ക് വെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്, പോയിക്കോ അവിടെ പോയി പാർത്തോ എന്ന് പറഞ്ഞിട്ട് ഏലിയാവിനെ വിളിച്ചുകൊണ്ട് പോയി കർത്താവ് കെരീത്ത് തോട്ടിൽ വെള്ളം കൊണ്ട് കുടിപ്പിച്ച് ഏലിയാവ് കാക്കയ്ക്ക് ആഹാരവും കൊടുത്ത് ദൈവം പാർപ്പിച്ചെന്നറിയാമോ? ഏലിയാവിനെ കൊണ്ട് ഇതൊക്കെ പറ്റത്തോളം ദൈവത്തിന് അറിയാം. ഏലിയാവ് നിന്ന് സംസാരിച്ചാലേ ഈ ആഹാബ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ, ഈ ബാലിന്റെ പ്രവാചകനെ വെച്ച് നടക്കുന്നവൻ എന്ത് ചെയ്യത്തുള്ളൂ? മാനസാന്തരപ്പെടത്തുള്ളൂ. അവനൊരു പാഠമാകത്തോളെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവിന് വേണ്ടപ്പെട്ടവരെ കർത്താവ് എടുത്തങ്ങ് ഉപയോഗിക്കുന്നേ. നിനക്കൊക്കെ ചാട്ടവാറിന് 4 ചാമ്പ് ചാമ്പാൻ വേണ്ടിയിട്ട് കർത്താവ് നോക്കിയപ്പം നിന്നെ കൊണ്ട് നട്ടലില്ലാത്തവന്മാരാ നാട്ടിൽ കഴിയുന്നവന്മാര്, വാഴപ്പിണ്ടിയും വെച്ച് നടക്കുന്നവനാണെന്നുള്ള വേഷവും കെട്ടി നടക്കുന്നവന്മാരെന്ന് കർത്താവിന് മനസ്സിലായി. എന്റെ മോൾ ഇതിനു വേണ്ടി ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് കർത്താവ് കണ്ടതുകൊണ്ടാണ് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത്. എന്നെ കർത്താവ് കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് നിന്നോടൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ ഞാൻ ഇത്രത്തോളം ധൈര്യമായി സംസാരിക്കുന്നത് എന്നെ അടിക്കാനാണ്, എന്നെ തകർക്കാനാണെങ്കിലും എപ്പോഴേ കർത്താവിന് തകർക്കുകയും അടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നറിയാമോ? ഞാൻ ദൈവവചനത്തിന് വിരുദ്ധമായ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവവചനത്തിന് എന്തുവാ ഈ കാണുന്ന ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാരെല്ലാം ഭക്തന്മാരായിരുന്നുവെങ്കിൽ, ദൈവദാസനും ദൈവശ്രേഷ്ഠന്മാരുമായിരുന്നുവെങ്കിൽ ദൈവത്തിന് എന്നെ നേരത്തെ തകർത്തെറിയാമായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞ കാര്യം എന്നറിയാമോ? അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പേർ പറഞ്ഞ് നടന്നവനെ നീ കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞു. വെരി ഗുഡ് മൈ ഡിയർ ഡോട്ടർ റീന, വെരി ഗുഡ് മൈ ഡിയർ ഡോട്ടർ. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പേർ പറഞ്ഞ് നടന്നവനെ നീ കള്ളന്മാരെന്ന് തിരിച്ചറിഞ്ഞു. എന്റെ കർത്താവ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, വാവ് മൈ ഡിയർ ഡോട്ടർ,
കൊലക്കാവോത് ഹമുദശലി കൊലക്കാവോത് എന്ന് പറഞ്ഞിട്ട് എന്റെ ചക്കര അപ്പച്ചൻ പറഞ്ഞു, എന്റെ മോളെ നിനക്ക് ഒരവസരം തരാം, നിന്റെ നാവിനെ വാള് പോലെ എടുത്ത് ഉപയോഗിച്ചോ, വെട്ടിക്കോ എന്ന് കർത്താവ് പറഞ്ഞ അവസരം ഒരുക്കി തന്നതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്ക്. സ്നാപയോഹനാനെ വിട്ടു കർത്താവ്. വൃക്ഷത്തിന്റെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് അണലി സന്തതികളെ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവിൻ എന്ന് പറഞ്ഞിട്ട് വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. സ്നാപയോഹനാൻ വിളിച്ചു കൂടി. കേട്ടവൻ കേട്ട് രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. കേൾക്കാത്തവന് കോടാലി വെച്ച് വൃക്ഷം വെട്ടിക്കളയും, അത്രയേ ഉള്ളൂ. റീന ഇപ്പൊ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ യെരുശലേമിൽ നിന്നും ദൈവത്തിന്റെ ശബ്ദം പുറപ്പെട്ടാൽ പോലും മാനസാന്തരപ്പെടാത്ത വർഗ്ഗങ്ങളോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കർത്താവ് നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു നോക്കി. എന്തുകൊണ്ടെന്നറിയോ എന്നെ യെരുശലേമിൽ വിട്ടത്? കർത്താവ് നാട്ടിൽ നിന്നിട്ടാൽ പോലും നിങ്ങൾ ആരും പറയില്ല. ഇപ്പൊ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ന് പറയും. പക്ഷെ ഞാൻ ദൈവം എന്തിനാ യെരുശലേമിൽ കൊണ്ടുവന്നെന്നറിയാമോ? എന്നെ ദൈവം യെരുശലേമിൽ കൊണ്ടുവന്നതേ പദ്ധതിക്കായിട്ടാ. നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ഇസ്രായേൽ എത്രയോ പെണ്ണുങ്ങൾ ജോലിക്ക് വരുന്നു. എന്നെ പോലെ ഇറങ്ങി നടക്കാനും എന്നെ എത്രയോ പേര് അസിയോട് നോക്കുന്നറിയാവോ? ഇസ്രായേലിൽ തന്നെ ജോലിക്ക് നിൽക്കുന്ന പെമ്പിള്ളാര്. ഞാനും ജോലിക്കായിട്ട് വന്നവളാ. പക്ഷെ എന്റെ കർത്താവ് പറഞ്ഞു, മോളെ നിന്നെ ഞാൻ ജോലിക്കായിട്ടാ കൊണ്ടുവന്നെങ്കിലും ആ ജോലിയല്ല നിന്റെ യഥാർത്ഥ ജോലി, നിനക്ക് ഞാൻ തരാൻ ജോലി എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ടാ രാവും പകലും ഉച്ചയ്ക്കും നേരം വെളുക്കുമ്പോഴെല്ലാം നിങ്ങൾ മിക്ക സമയങ്ങളിൽ എന്നെ കാണുന്നില്ലേ? പകലെല്ലാം പുറത്ത് കാണുന്നില്ലേ? മിക്കപ്പോഴും എന്നെ നിങ്ങൾ പുറത്ത് കാണുന്നില്ലേ? ലീഗൽ വിസയിലല്ലാണ്ട് ഇസ്രായേലിൽ നിൽക്കാൻ പറ്റത്തില്ല, പോലീസ് പിടിക്കും. ലീഗൽ വിസയിലല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ. അപ്പം എന്നെ നിങ്ങൾ പല സമയങ്ങളിലും പുറത്ത് കാണുന്നു. എന്തുകൊണ്ടാ കാണുന്നത്? എന്തുകൊണ്ടാ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഞാൻ അപ്പുറത്തെ റോട്ടിലോട്ടൊന്ന് കടക്കട്ടെ. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞു, എന്റെ കുഞ്ഞേ, എന്റെ മുത്തേ, നിന്നെ മക്കളെ അപ്പം കൊണ്ടുവന്നത് ഇസ്രായേലിൽ വരാനുള്ള ഒരു വഴി മാത്രമായിരുന്നു. എന്തുവാ? ഒരു ജോലിയുടെ വിസയുടെ പേരിൽ കയറി വരിക എന്നുള്ളത്. മനസ്സിലായോ? എന്നെ ഇസ്രായേലിൽ കൊണ്ടുവരണമെങ്കിൽ ചുമ്മാ പറത്തി കൊണ്ടുവരാൻ പറ്റുമോ? ഒന്നുമില്ലാതെ കൊണ്ടുവരാൻ പറ്റുമോ? ഒരു പ്രോസസ്സിങ് വരുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു വിസയുടെ ഒരു പേപ്പറും കാര്യങ്ങളും ഒക്കെ അതിന്റെ പിന്നില്. ഒരു ഞാൻ അപ്പുറത്തൊന്ന് കടക്കട്ടെ. ഓക്കെ, മനസ്സിലായോ? എന്നെ ഇസ്രായേലിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നത് കൊണ്ട് ചുമ്മാ ഇസ്രായേലിൽ പറത്തി കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ഒരു പേപ്പർ വർക്ക്, ആ ഒരു പേപ്പർ വർക്കാണ് എന്റെ ജോലിയുടെ ഭാഗം എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്നെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം വേറെയാണ്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിനകത്തൊരു മാറ്റവും എനിക്കില്ല. എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ. ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ 100 കൂട്ടം സാക്ഷ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയനെ പറയാം നിങ്ങളോട്. ഓരോ ദിവസവും അപ്പൻ കൊണ്ട് നടക്കുന്നത് മക്കൾ അനുഭവിക്കണം, അറിയണം. മനസ്സിലായോ? കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വലിയ ആനക്കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കുന്നതിനകത്ത് സുഖമില്ലെന്നേ. അതൊന്നും വലിയ സുഖമായിട്ട് തോന്നത്തില്ല. വലിയ ആനക്കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് അത് ലോകക്കാർക്ക് എല്ലാവർക്കും പ്രാപിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ ദൈവം നടത്തിത്തരുന്നതുകൊണ്ട് അത് ഹൃദയത്തിലെ ആഗ്രഹത്തെ, ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസവും അപ്പനോട് ചോദിച്ചു ഒരു ചോദ്യം. ഞാൻ കോൺവെർസേഷൻ ചെയ്യാറുള്ളത്, എൻ്റെ അപ്പനോട് സംസാരിക്കാറുള്ളതെല്ലാം ഒരു രസമാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പൻ മകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തമാശ കലർന്നും സ്നേഹം കലർന്നും ഒക്കെയുള്ളതായിരിക്കണം ആ റിലേഷൻഷിപ്പിന്റെ സംസാരം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അപ്പനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ചില സമയം ഹീബ്രുവിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ പറയും ഹമുദ് ഷലി മത്തോക് ഷലി എന്ന് ഞാനിങ്ങനെ വിളിക്കും. എന്താണ് ഈ ഹമുദ് ഷലി മത്തോക് ഷലി എന്ന് പറയുന്നതെന്ന് അറിയാമോ? ചക്കരേ പൊന്നേ എന്നൊക്കെ പറയുന്നതാണ് ഈ ഹമുദ് ഷലി മത്തോക് ഷലി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അച്ഛാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എനിക്ക് പറയാൻ വാക്കുകളില്ല പ്രിയ സഹോദരങ്ങളെ.
ആ കാര്യം തന്നെ ദൈവം അത് നടത്തി തന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ. എൻ്റെ ബാറ്ററിയുടെ ചാർജ് തീർന്നു, 5%. ആഹാ, ഓക്കെ. ഞാൻ അടുത്ത ലൈവിൽ വരുമ്പോഴത്തേക്കും ദൈവവുമായിട്ട് എങ്ങനെയാ ഒരു കോൺവെർസേഷൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇന്നെന്തായാലും ഞാൻ വൈകിട്ട് വരാം ലൈവിൽ. മനസ്സിലായോ? ദൈവവുമായിട്ട് എങ്ങനെയാണ് കോൺവെർസേഷൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. കാരണം ഈ പൊട്ട പാച്ചർമാർ പറയിപ്പിക്കുന്നത് നമുക്ക് നിങ്ങൾ കുത്തിയിരുന്ന് കവന്ന് കിടന്ന് നിങ്ങൾ ദൈവം എന്നുള്ള കോൺസെപ്റ്റിലല്ല കാണേണ്ടത്. അപ്പൻ മകൾ എന്നുള്ള ബന്ധത്തിലാണ് കാണേണ്ടത്. അപ്പൻ മകൻ എന്നുള്ള ബന്ധത്തിലാണ് നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഒരു കോൺവെർസേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറ. ഇത് കുറെ പേർക്ക് കേൾക്കുമ്പോൾ എന്തോ തമാശയായിട്ട് തോന്നുമായിരിക്കാം, കുറെ പേർക്ക് കേൾക്കുമ്പോൾ പൊട്ടത്തരമെന്ന് തോന്നുമായിരിക്കാം, കുറെ പേർക്ക് കേൾക്കുമ്പോഴത്തേക്കും ഇതൊരു പുതിയൊരു എന്തോ പോലെ തോന്നുമായിരിക്കാം. പക്ഷേ ഈ അനുഭവിച്ചവനല്ലേ അതിൻ്റെ ഗുണം അറിയത്തുള്ളൂ. അല്ലാതെ പോയി എല്ലായിടത്തിനെയും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കാറ്റെന്ന് പറയുന്നത് നിൽക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാറ്റ് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും എവിടെ കാറ്റ്, നീ കണ്ടോ കാറ്റിനെ എന്ന് പറയുമ്പോഴത്തേക്കും ഇല്ലടാ അത് ഇപ്പോൾ അനുഭവിച്ചത് ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയി കാറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല എന്നൊരുത്തം പറഞ്ഞു തന്നെ ഇരിക്കട്ടെ. എൻ്റെ അർത്ഥം എന്തുവാ? കാറ്റില്ലെന്നാണോ? അതോ കാറ്റ് അവനെ തഴുകിക്കൊണ്ട് പോയില്ലെന്നാണോ എൻ്റെ അർത്ഥം? ഇല്ല, കാറ്റ് തഴുകിക്കൊണ്ട് പോയി. അത് അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. അയ്യോ നല്ലൊരു ബ്രീസായിരുന്നു, നല്ലൊരു കുളിർക്കാറ്റ്, ഇങ്ങനെ തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അനുഭവിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് അനുഭവിച്ചില്ല, ഒരുത്തന്നെ അത് അനുഭവിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല നീ കള്ളത്തരം പറയുന്നു, കാറ്റെന്ന് പറഞ്ഞു അങ്ങനെ ഒരെണ്ണം ഇല്ലായിരുന്നു, അങ്ങനെ ഒരെണ്ണം സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വിവരദോഷികളും പൊട്ടന്മാരും പറയും. അത് അനുഭവിച്ചത് കൊണ്ട് എനിക്കറിയാം അത് പറയാൻ. എനിക്കതിൻ്റെ മഹാത്മ്യം എനിക്കറിയാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും പ്രാഗൽഭ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, 100% പ്രാഗൽഭ്യത്തോടു കൂടി. അത് ലോകത്തോട് എനിക്ക് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. ലോകം ചിലപ്പോൾ വിധി എഴുതുമായിരിക്കും അവരുടെ രീതിക്കനുസരിച്ച്, അവർ കൊടുത്ത സർട്ടിഫിക്കറ്റിനനുസരിച്ച് ലോകം വിധി എഴുതുമായിരിക്കും. ഇവള് പിന്നെ എന്തോ ഇങ്ങനെ സംസാരിക്കുന്നു, അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ സംസാരിച്ചു, ഇവക്ക് നാവ് ശരിയല്ല, ഇവളൊരു വിശുദ്ധയാണോ എന്നൊക്കെ പറഞ്ഞ് ലോകം പൊട്ട ലോകം എന്തോ ശവക്കലർക്കി പെയിന്റ് അടിക്കുന്നതല്ലേ. അവർക്കിതൊന്നും മനസ്സിലാകത്തില്ല. യഥാർത്ഥ അപ്പനെ രുചിച്ചറിഞ്ഞവർക്കും യഥാർത്ഥ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നവർക്കും കാര്യം പിടികിട്ടും. ഞാൻ പറയുന്നതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്നും വാസ്തവമുണ്ടെന്നും. അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ ലൈവ് വരാം. ഇപ്പോൾ കൊണ്ട് ചാർജ് കുത്തിയിട്ടെ. ഓക്കെ, ബൈ ബൈ, ട്രൂത്ത്.